all of you my dear students. ഞാൻ തുടങ്ങാൻ വേണ്ടി പോവാണ്. എല്ലാവർക്കും സെറ്റനസിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് എടുക്കാൻ വേണ്ടി പോകുന്ന ചാപ്റ്റർ മനസ്സിലായോ? എക്സ്ക്രീറ്ററി പ്രോഡക്റ്റ് ആൻഡ് ദെയർ എലിമിനേഷൻ എന്ന ചാപ്റ്ററാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എടുക്കാൻ വേണ്ടി പോകുന്നത്. ഞാൻ എടുക്കുന്ന മെത്തേഡ് നിങ്ങൾക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടുത്തുക, എന്നാൽ ആവശ്യക്കാർക്ക് മാത്രം ഇവിടെ വന്നാൽ മതി. NCERT ലൈൻ വിത്ത് ലൈൻ ആയിട്ടാണ് ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത്. ഇത് ഞാൻ എൻ്റെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ സെറ്റനസ് ക്ലാസ്സസ് എന്ന് പറയുന്ന ആപ്പിൽ ഞാൻ ഇതിൻ്റെ കംപ്ലീറ്റ് തിയറി പാർട്ട് കംപ്ലീറ്റ് ക്ലാസ് എടുത്തതിന് ശേഷമുള്ള NCERT റീഡിംഗ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ എൻ്റെ ക്ലാസ് ആപ്പിലാണുള്ളത്. അതിന് കുറച്ച് ഭാഗങ്ങൾ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് കംപ്ലീറ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, എൻ്റെ ആപ്പ് ഉണ്ട്, സെറ്റനസ് ക്ലാസ്സസ് എന്ന ആപ്പാണ്, പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. അത് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എൻ്റെ ഈ NCERT ലൈൻ വിത്ത് ലൈനായിട്ട് റീഡ് ചെയ്യാം. ഇനി അതല്ല, നിങ്ങൾക്ക് ഈ ചാപ്റ്റർ ഫുൾ അറിയാം, എല്ലാ കണ്ടൻറ്റും നല്ല അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും എൻ്റെ കൂടെ ഫോളോ ചെയ്യാം. NCERT എങ്ങനെ നമുക്ക് വായിക്കേണ്ടത്, എങ്ങനെയാണ് ലൈൻ വിത്ത് ലൈനായിട്ട് NCERT വായിക്കേണ്ടത് ഉറപ്പാണ്. നമ്മൾ നീറ്റ് ലെവലിൽ പഠിക്കുകയാണെങ്കിൽ, ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് NCERT റീഡിങ് മസ്റ്റാ. ഒരു തവണയല്ല, രണ്ടല്ല, മൂന്നല്ല, 5, അതല്ലെങ്കിൽ മിനിമം 10 തവണയെങ്കിലും നമ്മൾ NCERT അടിപൊളിയായിട്ട് വായിച്ച് ഓരോ ലൈനും നമുക്ക് കൃത്യമായിട്ട് ബൈഹാർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ. എന്നിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യേണ്ടത്. എന്നാൽ മാത്രം നമുക്ക് അടിപൊളിയായിട്ട് ഒരു മിനിറ്റിൽ തന്നെ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന 3 ക്വസ്റ്റ്യൻ നമുക്ക് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, 1 മിനിറ്റ് 3 ക്വസ്റ്റ്യൻ, അല്ലാതെ 3 മിനിറ്റ് 3 ക്വസ്റ്റ്യൻ അല്ല. അപ്പം ഞാൻ ഇവിടെ ചെയ്യാൻ വേണ്ടി അപ്പോൾ NCERT എൻ്റെ കൂടെ നിങ്ങൾ വായിക്കണം. റെഡി അല്ലേ? ഇനി കൂടുതൽ എന്ത് ചെയ്യുന്നില്ല, ഞാൻ ടൈം കളയുന്നില്ല. അപ്പം നേരത്തെ തുടങ്ങാം. അപ്പോൾ ഇതാണ് നമ്മുടെ ചാപ്റ്റർ, എക്സ്ക്രീറ്ററി പ്രോഡക്റ്റ് ആൻഡ് ദെയർ എലിമിനേഷൻസ് അല്ലേ. അപ്പോൾ നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് അങ്ങ് പോവാം. ഓക്കെ ഓക്കെ കേട്ടോ. ഓക്കെ നയിക്കും. ആനിമൽ അക്യുമുലേറ്റ്, ആനിമൽസിന്റെ ബോഡിയിൽ അക്യുമുലേറ്റ് ചെയ്യുന്നുണ്ട്. എന്തടിഞ്ഞു കൂടുന്നുണ്ട്? യൂറിയയും യൂറിക് ആസിഡും കാർബൺ ഡയോക്സൈഡും വാട്ടറും ആൻഡ് അയൺസിൽപ്പെട്ട സോഡിയം, പൊട്ടാസ്യം, ക്ലോറിൻ, ഫോസ്ഫേറ്റ് ആൻഡ് സൾഫേറ്റ് എക്സെട്ര ഇതെല്ലാം നമ്മുടെ ബോഡിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? അടിഞ്ഞു കൂടുന്നുണ്ട്. സ്വാഭാവികമായി അടിഞ്ഞു കൂടുമല്ലോ, കൂടുന്നുണ്ട്. ഏതർബൈ എങ്ങനെയൊക്കെയാവാം അത് അടിഞ്ഞു കൂടുന്നത്? ചിലപ്പോൾ അത് മെറ്റബോളിക് ആക്ടിവിറ്റിയിലൂടെ ആവാം, അതല്ലെങ്കിൽ എന്താവാം, എക്സസീവ് ഇഞ്ചക്ഷൻ, നമ്മൾ അമിതമായി കഴിക്കുന്നത്. ചിലപ്പോൾ ഇഞ്ചക്ഷൻ നമ്മൾ ഫുഡ് കഴിക്കലാണ്, അപ്പം നമ്മൾ അമിതമായി ഫുഡ് കഴിക്കുന്നത് കൊണ്ടും ആവാം. എങ്ങനെയൊക്കെയോ നമ്മുടെ ബോഡിയിൽ ഇത്രയും സാധനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? അടിഞ്ഞു കൂടുന്നുണ്ട്. ദ സബ്സ്റ്റൻസ്, ഈ സബ്സ്റ്റൻസിനെ എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? റിമൂവ് ചെയ്യണം. എങ്ങനെ? മുഴുവനായിട്ട്. ചിലപ്പോൾ ചില സമയത്ത് മുഴുവനായിട്ട് റിമൂവ് ചെയ്യേണ്ടി വരും, അതല്ലെങ്കിൽ പാർഷ്യലി, ചിലപ്പോൾ നമ്മളത് പാർഷ്യലായിട്ട് എന്ത് ചെയ്യേണ്ടി വരും? റിമൂവ് ചെയ്യേണ്ടി വരും. ഇൻ ദിസ് ചാപ്റ്റർ, ഈ ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കുന്നത് യു വിൽ ലേൺ, ഈ നിങ്ങൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് എന്താ അറിയോ? മെക്കാനിസം ഓഫ് എലിമിനേഷൻ ഓഫ് ദ സബ്സ്റ്റൻസ്. ഈ സബ്സ്റ്റൻസിനെ എങ്ങനെ നമ്മുടെ ബോഡിയിൽ നിന്ന് എലിമിനേറ്റ് ചെയ്ത് കളയാം, എങ്ങനെ നമ്മുടെ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് കളയാമെന്ന് നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കാൻ വേണ്ടി പോവാണ്. വിത്ത് സ്പെഷ്യൽ എംഫാസിസ് ഓൺ ദ കോമൺ നൈട്രജനസ് വേസ്റ്റ്. അമോണിയ, യൂറിയ ആൻഡ് യൂറിക് ആസിഡ് ആർ ദ മേജർ, അല്ലെ? എന്ന് വെച്ചാൽ സ്പെഷ്യലായി കാണപ്പെടുന്ന കോമൺ നൈട്രജനസ് വേസ്റ്റിനെ എങ്ങനെ നമ്മുടെ ബോഡിയിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യാം എന്ന് നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കാൻ വേണ്ടി പോവുകയാണ്. എന്നിട്ട് പറയുന്നത് അമോണിയ, യൂറിയ, യൂറിക് ആസിഡ് ആണ് മേജർ ഫോം ഓഫ് നൈട്രജനസ് വേസ്റ്റ്. ഇവനാണ് മേജർ ആയിട്ടുള്ള എന്ത്? നൈട്രജനസ് വേസ്റ്റ്. എവിടെ? എക്സ്ക്രീറ്ററി വേസ്റ്റിൽ. ആനിമൽസിന്റെ എക്സ്ക്രീറ്ററി വേസ്റ്റ് ഏറ്റവും പ്രധാനപ്പെട്ടത് ആരാണ്? അമോണിയ, യൂറിയ ആൻഡ് യൂറിക് ആസിഡ് ആണ്. അമോണിയ ഈസ് ദ, അമോണിയയാകുന്നത് ദ മോസ്റ്റ് ടോക്സിക് ഫോം, അല്ലെ? അമോണിയയാണ് ഏറ്റവും ടോക്സിക്. പക്ഷേ ഇത് റിമൂവ് ചെയ്യാൻ ലാർജ് എമൗണ്ട് ഓഫ് വാട്ടർ, അല്ലെ? ഒരുപാട് വെള്ളം വേണം. ഒരുപാട് വെള്ളം ഉണ്ടെങ്കിൽ മാത്രമേ അമോണിയ നമുക്ക് പുറന്തള്ളാൻ കഴിയുകയുള്ളൂ. ഫോർ എന്തിനു വേണ്ടി? എലിമിനേഷൻ. പുറന്തള്ളാൻ വേണ്ടി ഒരുപാട് വെള്ളം വേണം. അമോണിയനെ. എന്നാൽ യൂറിക് ആസിഡ് being the least toxic, അല്ലെ? യൂറിക് ആസിഡ് ആരാ? ലീസ്റ്റ് ടോക്സിക്. ക്യാൻ ബി, നമുക്ക് റിമൂവ് ചെയ്യാം വിത്ത് എ മിനിമം ലോസ് ഓഫ് വാട്ടർ. കുറച്ച് വെള്ളം മതി കേട്ടോ, ഇത് റിമൂവ് ചെയ്യാൻ കുറച്ച് വെള്ളം മതി. പക്ഷേ അമോണിയ പുറന്തള്ളാനോ
ഒരുപാട് വെള്ളം വേണം എന്നാണ് NCERT ബുക്ക് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നിന്ന് നീറ്റിന് ചോദിക്കാവുന്ന കുറച്ച് 2-3 ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. നമുക്ക് പറയുകയാണെങ്കിൽ ഞാനിത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യാം കേട്ടോ. ഞാൻ ആദ്യം NCERT റീഡിംഗ് ആണ് ഉദ്ദേശിച്ചത്. NCERT റീഡ് ചെയ്ത് കഴിഞ്ഞ ഉടനെ ഞാനൊരു 100 ആൻഡ് ഐ തോട്ട് 100 ക്വസ്റ്റ്യൻസ് ഞാൻ ഇതിൽ നിന്ന് ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ കറക്റ്റൊക്കെ ഫോളോ ചെയ്യണേ. റെഡി അല്ലേ? റെഡി. ഇനി അടുത്ത് കേട്ടോ, അടുത്തത് അടുത്ത പാരഗ്രാഫ് ഡബിൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സ്ഥലമാട്ടോ. നല്ല ക്വസ്റ്റ്യൻസ് ഉള്ള സ്ഥലമാണ് ഇപ്പോൾ പറയുന്നത്. ദ പ്രോസസ് ഓഫ് ഗാസ്. ഓക്കെ, റെഡി. The process of excreting ammonia. അമോണിയ പുറന്തള്ളുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അമോണോട്ടലിസം അല്ലെ? അമോണോട്ടലിസം എന്നാണ് പറയുക. അമോണിയ പുറന്തള്ളുന്ന പ്രോസസ്സാണ് അമോണോട്ടലിസം. മെനി ബോണിഫിഷ്. ആരൊക്കെയാണ് അമോണോട്ടലിസത്തിൽ വരിക? ബോണിഫിഷ്യസുകൾ. ആരെ ബോണിഫിഷ്? ആനിമൽ കിൻഡത്തിൽ പഠിച്ചിട്ടുണ്ട്. കോൺട്രിക്ടൈസ് അല്ലെ? കോൺട്രിക്ടൈസുകളെല്ലാം ബോണിഫിഷുകളാണ്. അപ്പൊ ബോണിഫിഷിൽപ്പെട്ട കോൺട്രിക്ടൈസ് അല്ലെ, അതെന്താണ്? അമോണോട്ടലിസം ആണ്. ആൻഡ് അക്വാട്ടിക് ആംഫീബിയൻസ് ഉണ്ട്, അക്വാട്ടിക് ഇൻസെക്റ്റുകൾ ഉണ്ട്. ഇവരെല്ലാം അമോണോട്ടലിക് നേച്ചർ ആണ്. അഥവാ അവർ പുറന്തള്ളുന്നത് എന്താ? അമോണിയയാടാ. എന്നാൽ അമോണിയ ഈസ് റെഡിലി സോലുബിൾ. അമോണിയ എന്ന് പറഞ്ഞാൽ വളരെ വേഗം വെള്ളത്തിൽ ലയിക്കുന്ന സാധനമാണ്. ആൻഡ് ജനറലി എസ്കേറ്റഡ് ബൈ ദ ഡിഫ്യൂഷൻ അക്രോസ് ദ ബോഡി സർഫസ് ത്രൂ ദ ഗിൽ സർഫസ് അല്ലെ? ഇവരെന്ത് ചെയ്യുന്നറിയോ? ഈ ഫിഷസിന്റെ കേട്ടിൽ ഫിഷസ് പ്രത്യേകത വന്നിട്ടുണ്ട്. ഫിഷസിന്റെ കേസിൽ ഇവരെന്ത് ചെയ്യും? അവരെ ഗിൽ സർഫസിലൂടെ അവരുടെ ബോഡി സർഫസിൽ നിന്നും എന്ത് ചെയ്യാണ്? ഈ അമോണിയനെ വാട്ടറിലേക്ക് ഡിഫ്യൂസ് ചെയ്ത് കളയുകയാണ് ചെയ്യുക. അപ്പൊ ഇങ്ങനെയാണ് ഫിഷസിന്റെ കേസിൽ അമോണിയയെ പുറന്തള്ളുന്നത്. അവരുടെ ഗിൽസ് എടുത്തിട്ട് ഗിൽസിലൂടെ അമോണിയനെ വെള്ളത്തിലേക്ക് അങ്ങ് ലയിപ്പിച്ച് കളയുകയാണ് ചെയ്യുക. റെഡിയാണെന്ന് വിചാരിക്കുന്നു. അമോണിയ ഇസ് അമോണിയൻ അയോൺസ്. അമോണിയ അയോൺസിനെ എന്ത് ചെയ്യുന്നു? പുറത്ത് കളയുന്നു. എന്നാൽ കിഡ്നി ആണെങ്കിൽ എന്താ ചെയ്യാന്ന് പറയോ? ഡു നോട്ട് പ്ലേ എനി സിഗ്നിഫിക്കന്റ് റോൾ ദ റിമൂവൽ. എന്ന് വെച്ചാൽ ഫിഷുകൾക്ക് കിഡ്നി ഉണ്ട്, പക്ഷെ ഫിഷുകളുടെ കിഡ്നിക്ക് ഈ എക്സ്ക്രീഷനിൽ എന്തില്ല? പ്രത്യേകിച്ച് റോളൊന്നുമില്ല. കിഡ്നിക്ക് പല ഫങ്ഷൻസും ഉണ്ട് അല്ലെ? കിഡ്നി ഓസ്മോ റെഗുലേഷന് സഹായിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ബോഡി ടെമ്പറേച്ചറിന് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ഓരോ കിഡ്നിക്ക് പല ഫങ്ഷൻസ് ഉണ്ട്. എന്നാൽ ഫിഷസിന്റെ കേസിൽ കിഡ്നിക്ക് എന്തില്ല? എക്സ്ക്രീഷനിൽ പ്രത്യേകിച്ച് റോളൊന്നുമില്ല. കാരണം അത് ഗില്ലാണ് എന്ത് ചെയ്യുക? ഡയറക്റ്റ് ഡിഫ്യൂഷൻ ചെയ്ത് കളയാണ് ചെയ്യുക. എന്നാൽ ടെറസ്ട്രിയൽ അഡാപ്റ്റേഷൻ, കരയിലുള്ള ജീവികൾ ഉണ്ടല്ലോ, അവരെ പ്രത്യേകത നെസസിയേറ്റ് ദ പ്രൊഡക്ഷൻ ഓഫ് ലെസർ ടോക്സിക് നൈട്രോജൻ വേസ്റ്റ് ലൈക്ക് യൂറിയ ആൻഡ് യൂറിക് ആസിഡ് ഫോർ കൺസർവേഷൻ ഓഫ് വാട്ടർ. നമുക്കറിയാം അല്ലെ, കരയിൽ ജീവിക്കുന്ന ജീവികളുടെ പ്രത്യേകത അവർ ഒന്നുകിൽ എന്തായിരിക്കും? അവർ യൂറിയ ആയിരിക്കും, അതല്ലെങ്കിൽ യൂറിക് ആസിഡ് ആയിരിക്കും. ഫോർ എന്തിനാണ് അങ്ങനെ ആക്കിയതെന്ന് അറിയോ? ലെസർ കൺസർവ് അല്ലെ, വാട്ടറിനോട് കൺസർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മളൊന്നും ജീവിക്കുന്നത് വെള്ളത്തിലാണോ? അല്ല, നമ്മൾ വെള്ളം കുടിച്ചു കൊടുക്കുകയാണ് ചെയ്യുക. നമ്മൾ എന്ത് ചെയ്യും? യെസ് ഗായ്സ്, നമ്മൾ വെള്ളം കുടിച്ചു കൊടുക്കുകയാണ് ചെയ്യുക അല്ലെ? അപ്പം നമ്മൾ വെള്ളം കുടിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ബോഡിയിൽ വെച്ച് ഈ വെള്ളം എന്ത് ചെയ്യും അല്ലെ? നമ്മൾ ബോഡിയിൽ അമോണിയനെ യൂറിയാക്കി മാറ്റി ആ യൂറിയനെ വെള്ളവുമായി ലയിപ്പിച്ച് യൂറിനാക്കി മാറ്റുകയാണ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യണം അല്ലെ? വാട്ടറിനെ കൺസേർവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ് അല്ലെ? ലെസർ ടോക്സിക് ആയിട്ടുള്ള യൂറിയോ അല്ലെങ്കിൽ യൂറിക് ആസിഡ് ആയിരിക്കും അഡാപ്റ്റേഷൻ, കരയിൽ ജീവിക്കുന്ന ടെറസ്ട്രിയൽ അഡാപ്റ്റേഷൻ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക. എന്നിട്ട് പറയുന്നത് മാമൽസ്, മെനി ടെറസ്ട്രിയൽ ആംഫീബിയൻസ് അഥവാ ഫ്രോഗുകൾ, മെറൈൻ ഫിഷസ് അഥവാ കോൺട്രിക്ടൈസ് അല്ലെ? നമ്മൾ കോൺട്രിക്ടൈസിൽപ്പെട്ട ഫിഷസ് ഉണ്ടല്ലോ, ഷാർക്ക് ഫിഷസ്, ആനിമൽ കിൻഡത്തിൽ പഠിച്ചില്ലേ? കാർട്ടിലേജിനസ് ഫിഷസ്, അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. മെറൈൻ ഫിഷസ് പ്രത്യേകം നോട്ട് ചെയ്യണേ. റെഡി അല്ലേ? റെഡി. അപ്പൊ കാർട്ടിലേജിനസ് ഫിഷസ് ആയിട്ടുള്ള കോൺട്രിക്ടൈസ് അഥവാ മെറൈൻ ഫിഷസ് മെയിൻലി എക്സ്ക്രീറ്റഡ്, ഇവരൊക്കെ പുറന്തള്ളുന്ന യൂറിയാണ്, ആൽക്കഹോൾ. അതുകൊണ്ട് ഇവർ നമുക്ക് യൂറിയോട്ടോലിക് ആനിമൽസ് എന്ന് വിളിക്കാം. ദ അമോണിയ പ്രൊഡ്യൂസ്ഡ് ബൈ ദ മെറ്റബോളിസം അല്ലെ? അമോണിയ ഇവർ നമ്മുടെ ബോഡിയിലൊക്കെ അമോണിയ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? മെറ്റബോളിസത്തിലൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദ കൺവേർട്ടഡ് ഇൻ ടു, ഇന്നതിന് കൺവേർട്ട് ചെയ്യാണ് എന്തായിട്ട്? യൂറിയ ആയിട്ട്. എവിടെ വെച്ച്? ലിവറിൽ വെച്ച്. അപ്പൊ നമ്മളെ ലിവറിൽ വെച്ച് എന്ത് ചെയ്യുന്നറിയോ? NH3 ആയിട്ടുള്ള അമോണിയയിലേക്ക് കാർബൺ ഡയോക്സൈഡ് പ്ലസ് വാട്ടർ, ഇത് മൂന്നും ആഡ് ചെയ്ത് നമ്മുടെ ബോഡിയിൽ എന്തുണ്ടാക്കുകയാണ്? യൂറിയ ഉണ്ടാക്കുകയാണ് അല്ലേ? ഇറ്റ്സ് ബിഗ് പ്രോസസ് ആണ്. ഇതൊരു വലിയൊരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓർണിത്തീൻ അല്ലെ? നിങ്ങളിത് പഠിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഓർണിത്തീൻ സൈക്കിൾസ് അല്ലെ? ആക്ച്വലി നമുക്ക് ഇതിന്റെ ആവശ്യം വരുന്നില്ല കേട്ടോ. ഓർണിത്തീൻ സൈക്കിൾസ് ഒന്നും നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല.
ചില ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ റിപ്പീറ്റേഴ്സിലൊക്കെ ഇത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും അല്ലേ, ഈ അമോണിയനെ യൂറിയ ആക്കി മാറ്റുന്ന പ്രോസസ്സ്, അമോണിയയിൽ നിന്നും യൂറിയ സിന്തസിസ് ചെയ്യുന്ന പ്രോസസ്സാണ് ഓർണിത്തീൻ സൈക്കിൾസ്. ദിസ് ഓർണിത്തീൻ സൈക്കിൾസ് നടക്കുന്നത് എവിടെ വെച്ചായിരിക്കും? നമ്മൾ ലിവറിൽ വെച്ചായിരിക്കും അല്ലെ. ലിവർ അതിന്റെ ഭാഗമാകുന്നുണ്ട്. അപ്പൊ ചെറിയ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബോഡിയിൽ വെച്ച് എന്ത് ചെയ്യാണ്? ഓർണിത്തീൻ സൈക്കിൾസിലൂടെ എന്ത് ചെയ്യാണ്? ഇസ് കൺവേർട്ട് ചെയ്യണം അല്ലെ, കൺവേർട്ട് ഇൻ ടു യൂറിയ ഇൻ ടു ദ ലിവർ ഓഫ് ദ ആനിമൽസ് ആൻഡ് റിലീസ്ഡ് ഇൻ ടു ദ ബ്ലഡ് വിച്ച് ഈസ് ഫിൽട്ടേർഡ് ആൻഡ് എക്സ്ക്രീറ്റഡ് ഔട്ട് ടു ദ കിഡ്നി അല്ലേ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ മെറ്റബോളിസത്തിന് ശേഷം ഉണ്ടാകുന്നത് യഥാർത്ഥത്തിൽ ആരാ? അമോണിയയാ. ആ അമോണിയനെ ഓർണിത്തീൻ സൈക്കിൾസിലൂടെ ലിവറിൽ വിളിച്ച് അതിനെ യൂറിയയാക്കി മാറ്റുകയാ. എന്നിട്ട് ആ യൂറിയയെ നമ്മൾ ബ്ലഡിലേക്ക് അങ്ങ് റിലീസ് ചെയ്യുകയാ. എന്നിട്ട് ആ ബ്ലഡിനെ കിഡ്നി അരിക്കുകയാ, ഫിൽട്ടർ ചെയ്യുകയാ. എന്നിട്ട് അതിനെ യൂറിനാക്കി മാറ്റുകയാ. പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടി പറഞ്ഞു തരാലോ. നമ്മുടെ ബോഡിയിൽ വെച്ച് അമോണിയയെ സിന്തസിസ് ചെയ്യുന്നു, അമോണിയനെ ലിവറിൽ കൊണ്ടുപോകുന്നു, ലിവറിൽ വെച്ച് ഓർണിത്തീൻ സൈക്കിൾസ് നടത്തി അമോണിയയിൽ നിന്നും യൂറിയാക്കി മാറ്റുന്നു. ആ യൂറിയനെ ബ്ലഡിലേക്ക് കൊടുക്കുന്നു. ആ ബ്ലഡ് ആ യൂറിയനെ കൊണ്ടുപോകുന്നത് കിഡ്നിയിലേക്കാ. കിഡ്നിയിൽ വെച്ച് അതിനെ അരിക്കുന്നു, എന്നിട്ട് അതിന് യൂറിൻ അഥവാ എന്താക്കി മാറ്റുന്നു? മൂത്രമാക്കി മാറ്റുന്നു എന്നാണ് NCERT പറഞ്ഞത്. എന്നിട്ട് പറയാ the some amount of urea may be returned into the kidney matrix. Some of the animals maintain the എന്തിനു വേണ്ടിയിട്ടാണ്? ഓസ്മോളാരിറ്റി. എന്താ പറഞ്ഞത്? നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ യൂറിയ മുഴുവനായിട്ട് മൂത്രത്തിലേക്ക് പുറന്തള്ളുന്നു എന്ന്? അങ്ങനെ വിചാരിക്കേണ്ട. യൂറിയ നമ്മൾ മുഴുവനായിട്ട് മൂത്രത്തിലേക്ക് പുറന്തള്ളുന്നില്ല. NCERT ബുക്ക് പറയാ എന്താ പറഞ്ഞെന്നറിയോ? കുറച്ച് യൂറിയനെ കിഡ്നി മാട്രിക്സിന്റെ ഉള്ളിലേക്ക് തന്നെ വലിച്ചെടുക്കുന്നുണ്ട്. എന്തിനു വേണ്ടി? ഓസ്മോളാരിറ്റി. അതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലെ, നമ്മൾ പറഞ്ഞില്ലല്ലോ. ഇനി അതല്ലെങ്കിൽ ഞാൻ കുറച്ച് കഴിഞ്ഞ് NCERT വായിക്കുമ്പോൾ നമുക്ക് ആ സ്ഥലം കാണിച്ചു തരുന്നുണ്ട് അല്ലേ. കിഡ്നിൻ്റെ ഉള്ളിലെ മെഡുലറി ഇൻറ്റർസ്റ്റിഷ്യൽ ഫ്ലൂയിഡിന്റെ ഓസ്മോളാരിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി കുറച്ച് യൂറിയൻ എന്ത് ചെയ്യുന്നുണ്ട്? കിഡ്നി മൂത്രത്തിലേക്ക് പോകുന്ന യൂറിയനെ കിഡ്നി കുറച്ച് ഉള്ളിലേക്ക് വലിക്കുന്നുണ്ട്. ആ പോയിന്റ് ഇവിടെ എടുത്ത് ഒന്നുകൂടി പറഞ്ഞതാണ് കേട്ടോ. ഫസ്റ്റ് തന്നെ പറഞ്ഞതാണ്, ഒരു അഡ്വാൻസ് ആയിട്ട് പറഞ്ഞതാണ്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് എന്താ ചെയ്യാം പറയാം. നോക്കോ, ഇതിന് NCERT പറയാണ് the reptiles, birds and land snails and insects ഇവരെല്ലാം പുറന്തള്ളുന്നത് നൈട്രോജനിയസ് വേസ്റ്റ് ആയിട്ടുള്ള യൂറിക് ആസിഡ് ആണ് ഇൻ ദ ഫോം ഓഫ് പല്ലറ്റ് ആൻഡ് പേസ്റ്റ് അല്ലെ. പല്ലറ്റ് പറഞ്ഞാൽ ഒരു പ്രത്യേക ഷേപ്പിൽ, ഒരു ഉരുണ്ട ഷേപ്പിൽ അല്ലെ, അല്ലെങ്കിൽ പേസ്റ്റ് ലൈക്ക് എക്സാമ്പിൾ നമ്മൾ കോഴി കാഷ്ടം ലൈക്ക് പേസ്റ്റ് ആണ്. പെല്ലറ്റ് നമ്മളെ പല്ല് കിടുന്ന കാഷ്ടം കണ്ടില്ലേ, അതൊക്കെ പെല്ലറ്റ് ഒരു ചെറിയ ഷേപ്പുള്ള സാധനമാണ്. ഓക്കെ, അല്ലെങ്കിൽ പേസ്റ്റ് ലൈക്കാണ്. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ പറഞ്ഞത്? ഈസ് മിനിമം ലോസ് ഓഫ് വാട്ടർ ആൻഡ് ആർ കോൾഡ് യൂറിയോടെലിക് ആനിമൽസ്. അപ്പം മിനിമം ലോസ് ഓഫ് വാട്ടർ, വെള്ളത്തിനെ കുറച്ചുകൊണ്ട് അവർ എന്ത് ചെയ്യാണ്? പേസ്റ്റ് ലൈക്ക് രൂപത്തിലോ അത് അല്ലെങ്കിൽ പെല്ലറ്റ് രൂപത്തിലോ പുറന്തള്ളുന്നു. എന്തിനെ? യൂറിക് ആസിഡിനെ. സോ ദിസ് ആനിമൽ ഈസ് കോൾഡ്, നമുക്ക് ഇവരെന്ത് വിളിക്കാം? യൂറിക്കോടെലിക് ആനിമൽസ് എന്ന് നമുക്ക് വിളിക്കാം. അപ്പൊ ഇത് യൂറിക്കോടെലിക്, അമോണോടെലിക്, യൂറിയോടെലിക് ആൻഡ് യൂറിക്കോടെലിക്. സെറ്റ് ആണല്ലോ. NCERT കൂടെ വായിച്ചു വരണേ. ഇനി നിങ്ങൾ വായിക്കട്ടോ. ഞാൻ വായിച്ച എൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഞാൻ വായിച്ച പോലെ തന്നെ ഒരു തവണ വായിച്ചു നോക്കണേ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ബാക്കി കണ്ടിന്യൂ ചെയ്ത് കാണാം. ഓക്കെ, റെഡി? നമ്മൾ നേരെ മുന്നോട്ട് പോവാണ് കേട്ടോ. നമ്മൾ മുന്നോട്ട് പോവാണ്. അടുത്തത് എൻ്റെ മക്കളെ, ഇവിടെ നിന്നാണ് നമ്മളെ ക്വസ്റ്റ്യൻസ് വരാം. നല്ല അടിപൊളി ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇത് സത്യം പറഞ്ഞാൽ ഭയങ്കര ട്രാപ്പ് ചെയ്യുന്ന സ്ഥലമാണ് ഇവിടെ. ഞാൻ നല്ല പേടിക്കുന്ന സ്ഥലം. ഞാനൊക്കെ എൻ്റെ കുട്ടികളോട് എപ്പോഴും വരാറുണ്ട്. ഈ നമ്മളിപ്പോൾ ക്ലാസ്സൊക്കെ എടുക്കുമ്പോൾ, നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സൊക്കെ എടുക്കുമ്പോൾ നമ്മൾ കുട്ടികളോട് എപ്പോഴും വരാറുണ്ട്. ഈ ഏരിയ മക്കൾ ഭയങ്കര ചലഞ്ചിങ് ആണ്. അത് നല്ല ഹെവീസാണ് ഈ സാധനം. നല്ല ക്വസ്റ്റ്യൻസ് വരുന്ന സാധനം കേട്ടോ. അപ്പൊ ഈ ബൈ ഹാർട്ട് ഇത് പഠിക്കണം. നമ്മൾ ആനിമൽ കിൻഡത്തിൽ പഠിച്ച ആ ആനിമൽ കിൻഡ് വന്ന ചാപ്റ്ററും ഇതും കൂടി തമ്മിൽ അതിന്റെ മിങ്കിൾ ചെയ്ത് പറയാണ്. അപ്പൊ കുറച്ച് പ്രയാസം ഉണ്ടാകും. അടിപൊളിയായിട്ട് പഠിക്കണം. നോക്കോ. ആനിമൽ കിൻഡത്തിൽ പ്രസന്റ് ആണ് വെറൈറ്റി ഓഫ് എക്സ്ക്രീറ്ററി സ്ട്രക്ചർ. ഉറപ്പല്ലേ? ആനിമൽ കിൻഡത്തിലെ എല്ലാ ഫൈലത്തിലും എന്തല്ല ഒരേ എക്സ്ക്രീറ്ററി സ്ട്രക്ചർ അല്ല എന്ന് നമുക്കറിയാം അല്ലെ. ഓരോ ആനിമൽ കിൻഡത്തിലെ ഓരോ ഫൈലവും നോക്കുമ്പോൾ വ്യത്യസ്ത രൂപത്തിലുള്ള എക്സ്ക്രീറ്ററി സ്ട്രക്ചർ അല്ലടാ കാണുന്നത്. ആടാ. എന്നിട്ടോ ഇൻ ദ മോസ്റ്റ് ഓഫ് ദ ഇൻവെർട്ടിബ്രേറ്റ്സ് അല്ലെ, the structure are the simple tubular form അല്ലെ. എന്നിട്ട് പറയുന്നത് ഇൻവെർട്ടിബ്രേറ്റ്സിന്റെ സ്ട്രക്ചർ സെമി ട്യൂബുലാർ ഫോം ആണ്. അത് ട്രാപ്ഡ് ക്വസ്റ്റ്യൻ ആ. നോക്കിയേ, the most of the invertebrates excretory structure is dash. Question dash.
അപ്പൊ അവിടെ സിമ്പിൾ ട്യൂബുലാർ ഫോം, സിമ്പിൾ ട്യൂബുലാർ സ്ട്രക്ചർ, സിമ്പിൾ ട്യൂബുലാർ ഓർഗൻ അങ്ങനെയൊക്കെ പറഞ്ഞേ. അപ്പൊ ഏതാ ആൻസർ? സിമ്പിൾ ട്യൂബുലാർ ഫോം. കേട്ടോ, ക്വസ്റ്റ്യൻ അല്ലേ? ഇവിടെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആയി. അപ്പൊ സിമ്പിൾ ട്യൂബുലാർ ഫോം ഒരു ക്വസ്റ്റ്യൻ ഇവിടെ നിന്നായി. സിമ്പിൾ ട്യൂബുലാർ ഫോം എന്താ പറയാ? എന്നാൽ വെർട്ടിബ്രേറ്റ്സിലോ ഹാവ് കോംപ്ലക്സ് ട്യൂബുലാർ organ is called kidney അല്ലേ? വെർട്ടിബ്രേറ്റ്സിൽ അത് കോംപ്ലക്സ് ട്യൂബുലാർ ഓർഗൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 2. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ വന്ന് സിമ്പിൾ ട്യൂബുലാർ ഫോം, ഇവിടെ എന്താ? കോംപ്ലക്സ് ട്യൂബുലാർ ഓർഗൻ, അതിന്റെ പേരാണ് കിഡ്നി. അപ്പൊ ഇവിടെ കോംപ്ലക്സ് ട്യൂബുലാർ ഓർഗൻ എന്നാണ് ആര് വിശേഷിപ്പിച്ചത്? കിഡ്നിയെ വിശേഷിപ്പിച്ചത്. ഇതേപോലെ തന്നെ ബ്രീത്തിങ്ങിലും ഉണ്ട് കേട്ടോ. ബ്രീത്തിങ്ങിൽ ഇതേപോലെ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. ലങ്സിനെ NCERT വിശേഷിപ്പിച്ചത് എങ്ങനെയാണ്? അതുപോലെ ഗിൽസിനെ NCERT വിശേഷിപ്പിച്ചത് എങ്ങനെയാണ് അല്ലെ? പൾമണറി ബാഗ് ലൈക്ക് സ്ട്രക്ചർ. നിങ്ങൾ നമ്മൾ ബ്രീത്തിങ് എടുത്തിട്ടില്ല, ബ്രീത്തിങ് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ബ്രീത്തിങ്ങിലും NCERT ബുക്കിൽ ഇതേപോലെ ലെൻസിനെയും ഗിൽസിനെയും NCERT ഒരു പ്രത്യേക ശൈലിയിലാണ് വിശേഷിപ്പിച്ചത്. അപ്പൊ എന്ത് ചെയ്യുക, അക്കാര്യം എന്ത് ചെയ്യാം, നമ്മൾ മറന്നുപോയത്. അപ്പൊ ഇവിടെ കോംപ്ലക്സ് ട്യൂബുലാർ organ is called kidney ആണ്. എന്താ പറയാ? some of the structure are mentioned here. അതിൽപ്പെട്ട എന്താ പറയാ, ചില സ്ട്രക്ചേഴ്സ് നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയാം ഏതൊക്കെയാണ്? പ്രോട്ടോനെഫ്രീഡിയ ഓർ ഫ്ലെയിം സെൽസ്. യെസ്, ആനിമൽ കിങ്ഡത്തിൽ നമ്മൾ പഠിച്ചത് ഫ്ലെയിം സെൽ എന്നാൽ ഇവിടെ NCERT പറയുകയാണ് ഫ്ലെയിം സെല്ലിന്റെ മറ്റൊരു പേരാണെന്ന് പ്രോട്ടോനെഫ്രീഡിയ ഓർ എക്സ്ക്രീറ്ററി സ്ട്രക്ചർ ഇൻ പ്ലാറ്റിഹെൽമിന്തസ് അല്ലെ? എന്നാൽ പ്ലാറ്റിഹെൽമിന്തസില്, ഫ്ലാറ്റ് വൂംസില്, പ്ലനേറിയയിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് കാണാൻ പറ്റും. ആൻഡ് പ്ലനേറിയക്ക് മാത്രമല്ല, റോട്ടിഫേഴ്സിലുണ്ട്, ചില അനലിഡ്സിലുണ്ട്, ആൻഡ് സഫാലോകോഡേറ്റ്സിലുണ്ട്. റോട്ടിഫേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത് റൗണ്ട് വേംസിലെ ഒരു വിഭാഗമാട്ടോ. റൗണ്ട് വേംസിലെ ഒരു വിഭാഗമാണ് റോട്ടിഫേഴ്സ്. സം അനലിഡ്സ് അനലിഡിലെ അനലിഡ്സിലുണ്ട്, ആൻഡ് സഫാലോകോഡേറ്റിൽപ്പെട്ട ആംഫിയോസസിനുണ്ട് അല്ലെ? ഇവർക്കെല്ലാം എന്ത് കാണപ്പെടുന്നുണ്ട്? പ്രോട്ടോനെഫ്രീഡിയ ആയിട്ടുള്ള ഫ്ലെയിം സെല്ല് കാണപ്പെടുന്നുണ്ട്. അപ്പൊ ഇവിടുന്ന് നല്ലൊരു ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മുടെ മൂന്നാമത്തെ ഭാഗം അല്ലേ? ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പ്രോട്ടോനെഫ്രീഡിയ മറ്റൊരു പേരെന്താ? ഫ്ലെയിം സെല്ല്. ഫ്ലെയിം സെല്ല് ആർക്കൊക്കെ ഉണ്ട്? പ്ലാറ്റിഹെൽമിന്തസിൽപ്പെട്ട ഫ്ലാറ്റ് വേംസിനുണ്ട്, ഫ്ലാറ്റ് വേംസിൽ പെട്ട പനേറിയക്ക് ഉണ്ട്, റോട്ടിഫേഴ്സ് ഉണ്ട്, ഒരു പ്രത്യേക ടൈപ്പ് റൗണ്ട് വേംസ് ആണ്, അനലിഡയിലുണ്ട്, ആൻഡ് സഫാലോകോഡേറ്റിലുണ്ട്. അത് പിന്നെ ആംഫിയോസസിലൊക്കെ എന്തുണ്ട്? ഈ സാധനം കാണപ്പെടുന്നുണ്ട്. ആർ പ്രൈമറി അല്ലെ? ഇതിന്റെ ഏറ്റവും പ്രൈമറി ഫംഗ്ഷൻ എന്താ അറിയോ? വിത്ത് അയോണിക് ആൻഡ് ഫ്ലൂയിഡ് വോളിയം റെഗുലേഷൻ ആണ്. പിന്നെ അഥവാ എന്തുണ്ട്? ഓസ്മോ റെഗുലേഷൻ. കണ്ടോ? ഇതിന്റെ പ്രോട്ടോനെഫ്രീഡിയ ആർ പ്രൈമറി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇത് കൺസിഡർ ചെയ്യുന്നത് എന്താണ്? അയോണിക് ആൻഡ് ഫ്ലൂയിഡ് വോളിയം റെഗുലേഷൻ ഒക്കെ ഇത് സഹായിക്കുന്നുണ്ട്. അപ്പോൾ എക്സ്ക്രീഷൻ മാത്രമല്ല, വിസർജിക്കാൻ മാത്രമല്ല, പിന്നെ എന്തും കൂടി ഫംഗ്ഷൻസ് ഉണ്ട്. ഇത് അയോണിക് ആൻഡ് ഫ്ലൂയിഡ് വോളിയത്തിന്റെ റെഗുലേഷൻ അഥവാ ഓസ്മോ റെഗുലേഷനും സഹായിക്കുന്നുണ്ട്. അപ്പൊ ഇവിടുത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. കണ്ടോ? നാലാമത്തെ ക്വസ്റ്റ്യൻസ് ഇവിടുന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചൂടെ? ചെയ്യാം. ദ നെഫ്രീഡിയ ആർ ദ ട്യൂബുലാർ. ഇനി അടുത്ത് കേട്ടോ, നെഫ്രീഡിയ എന്ന് പറഞ്ഞാൽ ആർ ട്യൂബുലാർ എക്സ്ക്രീറ്ററി സ്ട്രക്ചർ ഓഫ് എർത്ത് വേംസ് ആൻഡ് അതർ അനലിഡ്സ് അല്ലെ? അപ്പൊ അതർ അനലിഡ്സിലും അതുപോലെ എർത്ത് വേംസിലും കാണപ്പെടുന്നത് ഏതാണ്? അത് നെഫ്രീഡിയയാണ്. നെഫ്രീഡിയ എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത് അറിയോ? ഇസ് റിമൂവ് നൈട്രജനസ് വേസ്റ്റ് ആൻഡ് മെയിൻറ്റെയിൻ ഫ്ലൂയിഡ് ആൻഡ് അയോണിക് ബാലൻസ് അല്ലേ? അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത് നെഫ്രീഡിയക്കും ഇങ്ങനെ ഈ രൂപത്തിലുള്ള ഫംഗ്ഷൻസ് ഉണ്ട്. ഇവിടുന്ന് ക്വസ്റ്റ്യൻ വന്നൂടെ? നമ്പർ 5 അഞ്ചാമത്തെ ക്വസ്റ്റ്യൻസ് ഇതിൽ ചോദിക്കാം. 6 കേട്ടോ. ദ മാൽപീജിയൻ ട്യൂബ്യൂൾ ആർ ദ എക്സ്ക്രീറ്ററി സ്ട്രക്ചർ ഓഫ് ദ മോസ്റ്റ് ഓഫ് ദ ഇൻസെക്ട് ഇൻക്ലൂഡിംഗ് കോക്രോച്ചിലും ഉണ്ട് അല്ലെ? കോക്രോച്ചിലും കാണപ്പെടുന്നത് ആര് തന്നെയാണ്? മാൽപീജിയൻ ട്യൂബ്യൂൾ തന്നെയാണ്. ദ മാൽപീജിയൻ ട്യൂബ്യൂൾ ഹെൽപ്പ് ചെയ്യുന്നു ഇൻ ദ റിമൂവൽ ഓഫ് നൈട്രോജനിയസ് വേസ്റ്റ് അല്ലെ? എന്താണ് ഇതിന്റെ ഫംഗ്ഷൻ? റിമൂവൽ ഓഫ് നൈട്രോജനിയസ് വേസ്റ്റ് ആണ്. മാൽപീജിയൻ ട്യൂബ് എന്തിനു ഹെൽപ്പ് ചെയ്യുന്നു? നൈട്രോജനിയസ് വേസ്റ്റ് റിമൂവ് ചെയ്യാൻ സഹായിക്കുന്നു. ആൻഡ് ഓസ്മോ റെഗുലേഷനും സഹായിക്കുന്നു അല്ലെ? അപ്പൊ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നൂടെ? 6 ക്വസ്റ്റ്യൻസ്. അടുത്ത് കേട്ടോ. ദ ആഡ്രീനൽ ഗ്ലാൻഡ് ഓർ ഗ്രീൻ ഗ്ലാൻഡ് പെർഫോം ചെയ്യുന്ന എക്സ്ക്രീറ്ററി ഫംഗ്ഷൻ ആർക്ക്? ദ ക്രസ്റ്റേഷ്യൻ ലൈക്ക് പ്രോൺസ്. അപ്പൊ ക്രസ്റ്റേഷ്യൻ വിഭാഗത്തിൽപ്പെട്ട ലൈക്ക് പ്രോൺസിന് അഥവാ നമ്മൾ ചെമ്മീൻ അല്ലെ? പ്രോൺസിന് എന്തുണ്ട്? ഗ്രീൻ ഗ്ലാൻഡ് ഉണ്ട്. അതിന് മറ്റൊരു പേരാണെന്ത്? ആൻറ്റിന ഗ്ലാൻഡ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇവിടുന്ന് 8 ക്വസ്റ്റ്യൻസ് ഞാൻ കാണിച്ചു തന്നു. അടിപൊളി സെക്ഷനാ ഇത്. നിങ്ങൾ വായിച്ച്
ബൈ ഹാർട്ട് ചെയ്ത് തന്നെ പഠിക്കണം. ഈ ലൈൻസ് നമ്മളുണ്ടല്ലോ NCERT ലൈനാണ് ഇവിടുന്ന് എന്ത് ചെയ്യേണ്ടി കാണാപാഠം പഠിക്കേണ്ടി കേട്ടോ. എന്നാൽ മക്കളെ നിങ്ങൾക്ക് നീറ്റ് കിട്ടുള്ളൂ. അല്ലാതെ നിങ്ങൾ NCERT ഒരു തവണ വായിച്ച് 2 ക്വസ്റ്റ്യനും ചെയ്ത് കോൺഫിഡൻസിൽ ഇരിക്കണ്ടല്ലോ, അത് ട്രാപ്പാണ്. നിങ്ങൾ ആത്മവിശ്വാസം നിങ്ങൾ എന്ത് ചെയ്യും, ചതിക്കും. ഞാൻ ഈ പറഞ്ഞ രൂപത്തിൽ ഇത്രയും നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചാൽ മാത്രമേ മക്കളെ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഇവിടുന്ന് ഒരു കോൺഫിഡൻറ്റ് കിട്ടാനായിട്ടുള്ളൂ. മാത്രമായിട്ടില്ല, ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ടിരിക്കുക, ഇരുന്ന് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, വീണ്ടും വീണ്ടും ചെയ്യുക. പല മെറ്റീരിയൽസ് നിങ്ങളെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മെറ്റീരിയൽസിന് മാത്രം പിന്നാലെ പോകരുത്. പല ടൈപ്പ് മെറ്റീരിയൽസ് ഉണ്ട്. NCERT ഫിംഗർ ടിപ്സ് ഭയങ്കര സിമ്പിൾ സാധനമാണ്. NCERT പഞ്ച്, മാസ്റ്റർ ഓഫ് NCERT, അതേപോലെ തന്നെ പല ടൈപ്പ് സാധനങ്ങൾ നിങ്ങൾ ലൈബ്രറിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കാണാം. എല്ലാം മാക്സിമം അത് NCERT-ലുള്ള ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്യുക. ഔട്ട് ഓഫ് NCERT നിങ്ങൾ ചെയ്യേണ്ട, NCERT-ന്റെ ഉള്ളിലുള്ളത് മാത്രം ചെയ്താൽ മതി കേട്ടോ മക്കളെ. ചില അധ്യാപകർ ഔട്ട് ഓഫ് NCERT ഒക്കെ നമ്മളെ പഠിപ്പിക്കും. അവർ പഠിപ്പിക്കുന്നത് എനിക്കറിയില്ല കേട്ടോ എന്തിനാ. പല അധ്യാപകരുണ്ട് ഔട്ട് ഓഫ് NCERT ഇരുന്ന് മക്കളെ പഠിപ്പിക്കും. അതിന്റെ ആവശ്യമില്ല മക്കളെ കേട്ടോ. നിങ്ങൾ ആദ്യം NCERT-യിലുള്ളത് മാത്രം പഠിക്കുക. നമുക്ക് NCERT ഉള്ളത് മാത്രം മതി. NCERT ഇനി അധ്യാപകർ പറഞ്ഞോട്ടെ, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണ്ട, മൈൻഡ് ചെയ്യണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക, NCERT-ലുള്ള കാര്യങ്ങൾ വൃത്തിക്ക് പഠിക്കുക. ഓക്കെ, റെഡി അല്ലേ? കഴിഞ്ഞ 5 വർഷങ്ങളായിട്ട് NCERT-യിലുള്ളത് മാത്രമേ നീറ്റിന് ചോദിച്ചിട്ടുള്ളൂ. നമ്മൾ ടൈംസ് മാക്സിമം നിങ്ങൾ യൂസ് ചെയ്യുന്നത് NCERT-യിലുള്ളത് പഠിക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പൊ നേരെ മുന്നോട്ട് പോകാം. എന്താണ് ഹ്യൂമൻ എക്സ്ക്രീറ്ററി സിസ്റ്റം അല്ലേ? അപ്പൊ നമ്മൾ ഹ്യൂമൻസിലേക്ക് പോവാ കേട്ടോ മക്കളെ. ഹ്യൂമൻ എക്സ്ക്രീറ്ററി സിസ്റ്റംസ് കാണുന്നുണ്ട് എന്ന് വിചാരിക്കുകയാണ്. കുഴപ്പമൊന്നുമില്ല, ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഓക്കെ, റെഡി, നോക്കാം. അപ്പൊ നമ്മൾ പോവാണ് ഹ്യൂമൻ എക്സ്ക്രീറ്ററി സിസ്റ്റംസ്. റെഡി അല്ലേ? റെഡി, നോക്കാം. അപ്പൊ ഹ്യൂമൻ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിലൂടെ നമ്മൾ പോവുകയാണ്. ഹ്യൂമൻസ് ദ എക്സ്ക്രീറ്ററി സിസ്റ്റം ഈസ് കൺസിസ്റ്റ് ഓഫ്, ഹ്യൂമന്റെ എക്സ്ക്രീറ്ററി സിസ്റ്റം കൺസിസ്റ്റ് ഓഫ്, അതിൽ ആരൊക്കെ ഉണ്ടെന്ന് അറിയോ? എ പെയർ കിഡ്നി, ഒരു പെയർ കിഡ്നി, 2 കിഡ്നി, ഒരു പെയർ യൂറീറ്റർ, ഒരു പെയർ യൂറീറ്റർ അഥവാ 2 യൂറീറ്റർ, എ യൂറിനറി ബ്ലാഡർ, ഒരു യൂറിനറി ബ്ലാഡറേ ഉള്ളൂ, ആൻഡ് എ യൂറേത്ര, ഒരു യൂറേത്രേ ഉള്ളൂ അല്ലേ? അപ്പൊ ഇവിടെ 2 കിഡ്നി ഉണ്ട്, 2 യൂറീറ്റർ ഉണ്ട്, ഒരു യൂറിനറി ബ്ലാഡർ ഉണ്ട്, ദെൻ ഒരു യൂറീറ്റർ ഉണ്ട് അല്ലെ? ഒരു യൂറീറ്റർ അല്ലെ? ഒരു യൂറീറ്ററിലുള്ളൂ, യൂറീറ്റർ ഈസ് 1, ഒന്ന് മാത്രമേ ഉള്ളൂ. റെഡി ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു പേര് കിഡ്നി, 2 യൂറീറ്റർ, ഒരു യൂറിനറി ബ്ലാഡർ, ഒരു യൂറീറ്റർ അല്ലെ? റെഡി ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ മക്കളെ, ബാക്കിയിലേക്ക് പോകാം. ഓക്കെ, എന്നിട്ടോ എന്നിട്ട് പറയണ യൂറീറ്റർ, ദ കിഡ്നി ആർ റെഡിഷ് ബ്രൗൺ അല്ലെ? കിഡ്നി NCERT വിശേഷിപ്പിക്കുകയാണ്. നല്ല ഗംഭീര കിഡ്നി ആർ റെഡിഷ് ബ്രൗൺ കളർ ആൻഡ് ദ ബീൻ ഷേപ്പ്ഡ് ആണ്, പയറിന്റെ ഷേപ്പ് ആണ്. സ്ട്രക്ചർ ആണ് സിറ്റുവേറ്റ് ചെയ്യുന്നത് ബിറ്റ്വീൻ ദ, എവിടെയാണെന്നറിയോ? ദ ലാസ്റ്റ് thoracic ആൻഡ് ദ തേർഡ് lumbar vertebrae അല്ലേ? നട്ടലിന്റെ പൊസിഷൻ നമുക്ക് കാണിച്ചതാണ്. നട്ടലിനെ പറ്റി നമുക്ക് എടുക്കാനുണ്ട്. ലോക്കോമോഷൻ എന്നുള്ള ചാപ്റ്റർ ഞാൻ നിങ്ങൾക്ക് എടുത്തു തരും കേട്ടോ. ഗംഭീര ക്ലാസ് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ പോയിട്ടോ എൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തോ, അതിൽ എൻ്റെ ക്ലാസ്സുകളുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു തരുള്ളൂ അല്ലെ? ലാസ്റ്റ് thoracic ആൻഡ് തേർഡ് lumbar vertebrae എന്ത് ചെയ്യുന്നുണ്ട്? ക്ലോസ് ദ ഡോർസൽ ഇന്നർ വാൾ ഓഫ് ദ അബ്ഡോമിനൽ ക്യാവിറ്റി അല്ലെ? നമ്മൾ അബ്ഡോമിനൽ ക്യാവിറ്റിയുടെ ഇന്നർ വാളിനോട് ചേർന്ന് ഈ 2 വെർട്ടിബ്രയുടെ ഇടയിലായിട്ട് നിങ്ങൾക്ക് ആരെ കാണാൻ പറ്റും? നമ്മളെ കിഡ്നിയെ കാണാൻ പറ്റും. ഈച്ച് കിഡ്നി അഡൽട്ട് ഹ്യൂമൻ മെഷർ അല്ലെ? ഒരു അഡൽട്ട് ഹ്യൂമന്റെ കിഡ്നി നമ്മൾ മെഷർ ചെയ്യുമ്പോൾ അതിന് 12 സെന്റിമീറ്റർ നീളമുണ്ട്, ലെങ്ത് നീളമുണ്ട്, 5 to 7 സെന്റിമീറ്റർ വിഡ്ത്ത് വീതിയുണ്ട്, ആൻഡ് 2 to 3 സെന്റിമീറ്റർ ഇൻ തിക്നെസ് കട്ടിയുണ്ട് അല്ലെ? കട്ടിയുണ്ട്. ആൻഡ് ആവറേജ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ 120 to 170 ഗ്രാം ആണ്. കണ്ടോ? ഒന്നും ഒഴിവാക്കാനില്ല. ഇത് വൃത്തിക്ക് പഠിക്കുക. ഇനി ചില ഡോക്ടേഴ്സ് ഒക്കെ നിങ്ങൾ ക്ലാസ്സിലേക്ക് വന്നിട്ട് കിഡ്നിനെ പറ്റി ഇനി കുറെ പോയിന്റ് ഒക്കെ തന്നിട്ടുണ്ടാവും കേട്ടോ. ഓഫ് കോഴ്സ് നമുക്ക് NCERT മതി, നമുക്കിപ്പോൾ NCERT പഠിച്ചാൽ മതി. NCERT എന്ത് പറഞ്ഞു അത് മാത്രം നമുക്ക് മതി. നമ്മൾ എഴുതാൻ വേണ്ടി പോകുന്ന എക്സാം നീറ്റാണ്. നീറ്റിന് NCERT മാത്രമേ NTA ചോദിക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ NCERT എന്ത് പറഞ്ഞു അത് വൃത്തിക്ക് പഠിച്ചാൽ മതി. അപ്പൊ നോക്കിക്കോ, അപ്പൊ reddish brown color and bean shaped structure situated between the last thoracic and the third lumbar vertebrae. എന്നിട്ടോ അത് ക്ലോസ് ചെയ്ത് നിൽക്കുകയാണ്. ഡോർസൽ ബാക്കിൽ ഒരിക്കലും കിഡ്നി ഫ്രണ്ടിലല്ല, ബാക്കിൽ ഡോർസൽ ആണ്. ആൻഡ് ഇന്നർ വാളിനോട് ചേർന്ന് അബ്ഡോമിനൽ ക്യാവിറ്റിയിലാണ് കിഡ്നി കാണപ്പെടുക. കിഡ്നിയുടെ ലെങ്ത് അത് 12 സെന്റിമീറ്റർ ആണ്, അതേപോലെ വിഡ്ത്ത് 5 to 7 സെന്റിമീറ്റർ ആണ്, അതിന്റെ തിക്നെസ് 2 to 3 സെന്റിമീറ്റർ ആണ്, അതിന്റെ വെയിറ്റ് 120 to 170 ഗ്രാം ആണ്. 2 ക്വസ്റ്റ്യൻസ് ആയി. ഒന്ന് കിഡ്നിന്റെ കളറ്
അല്ലെ? അതിന്റെ പൊസിഷനുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻസ്, രണ്ട് അതിന്റെ ലെങ്ത്, വിഡ്ത്ത്, വെയിറ്റ്, ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻസ്. പിന്നെ ഓൾറെഡി അവിടെ ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ട്, ദ ഹ്യൂമൻ എസ്കലേറ്ററി സിസ്റ്റം ഈസ് കൺസിസ്റ്റ് ഓഫ്, അതൊരു ക്വസ്റ്റ്യൻ തന്നെ. അപ്പോൾ 3 ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിൽ നിന്ന് പറഞ്ഞു കേട്ടോ. നമ്മൾ ഓരോ ലൈൻ ഇങ്ങനെ വായിക്കുമ്പോൾ ഇവിടുന്ന് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാം, ഇതാണ് നമ്മൾ മനസ്സിൽ വരുന്നത്. ഇത് നമ്മൾ എൻസൈഡ് വായിക്കണേ അല്ലെ, എങ്ങനെ ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ അല്ല, ഹ്യൂമൻ എസ്കലേറ്ററി സിസ്റ്റം കൺസിസ്റ്റ് ഓഫ്, അവിടെ ഒരു ക്വസ്റ്റ്യൻസ് ആയി. പിന്നെ ഈ റെഡിഷ് കളർ അതിന്റെ പൊസിഷൻ വെച്ചൊരു ക്വസ്റ്റ്യൻ ആയി. പിന്നെ അതിന്റെ ലെങ്ത്, വിഡ്ത്ത്, അതുപോലെ തന്നെ അതിന്റെ തിക്നെസ് ആൻഡ് അതിന്റെ വെയിറ്റ്, 3 ക്വസ്റ്റ്യൻസ് ആയി. ക്വസ്റ്റ്യൻസ് ആണ് അതൊക്കെ. ഇനി അടുത്ത് കേട്ടോ, നെക്സ്റ്റ് കേട്ടോ, ടുവാർഡ് ദ സെന്റർ ഓഫ് നോക്കട്ടോ മക്കളെ. അടുത്ത് കേട്ടോ, ഇനി പറഞ്ഞ നമ്മുടെ കിഡ്നിന്റെ ഉള്ളിലേക്ക് നമ്മൾ കയറി ചെല്ലുക കേട്ടോ. നമ്മൾ കിഡ്നിന്റെ ഉള്ളിലേക്ക് നമ്മൾ കയറി ചെല്ലാണ്. NCERT ബുക്ക് പറയാണ് നമ്മൾ ഉള്ളിൽ കയറി ചെല്ലുന്നു. ഓക്കെ, റെഡി? देखो toward the center of the inner concave surface of the kidney. എന്താണ് ഉദ്ദേശിച്ചത് അറിയോ? ഇതാണല്ലേ കിഡ്നി, അതിന്റെ ടുവാർഡ് ദ സെന്റർ, ഉള്ളിലേക്ക് കയറുമ്പോൾ ഇതാണ് ഉദ്ദേശിച്ചത്. ഈ ഭാഗം ഇതിന്റെ ഉള്ളിൽ ഏത് ഷേപ്പാ? കോൺകേവ് ഷേപ്പ്. ടുവാർഡ് ദ സെന്റർ ഓഫ് ദ ഇന്നർ കോൺകേവ് സർഫസ് ഓഫ് ദ കിഡ്നി. അവിടെ നിങ്ങൾക്ക് ഒരു നോച്ച് കാണാം, ഒരു വിടവ് കാണാം. ആ വിടവിന്റെ പേരാണ് ഹൈലം, ത്രൂ വിച്ച് ഈസ് എ യൂറേറ്റർ. അല്ലേ? ആ പറഞ്ഞ പോയിന്റ്സ് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. ആ പോയിന്റ് മനസ്സിലാവണമെങ്കിൽ കുറച്ച് പ്രയാസമൊക്കെ ഉണ്ട്, സ്വാഭാവികമാണ്. നോക്കിക്കോ, അവിടെ പറഞ്ഞെന്താണെന്ന് അറിയോ? NCERT ഉദ്ദേശിച്ച ലൈന് ഞാൻ അതൊന്ന് എന്ത് ചെയ്യാം, ഞാൻ ആദ്യം ഒന്ന് വരച്ച് പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഓൾറെഡി അറിയോ നിങ്ങൾക്ക് അറിയോ? എന്നാ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം എൻ്റെ സമാധാനത്തിന് കേട്ടോ. ഓക്കെ, റെഡി? അവിടെ NCERT പറഞ്ഞു തരേ ഉള്ളൂ, ടുവാർഡ് സെന്റർ ഓഫ് ദി കിഡ്നി. ഇതൊരു കിഡ്നി ആണെന്ന് വിചാരിക്കുക. ആ കിഡ്നിയുടെ സെന്റർ അല്ലെ, അതിന്റെ ഉള്ളിലേക്ക് നിങ്ങൾ കയറുമ്പോൾ കാണുന്നുണ്ടോ? കളർ കാണുന്നുണ്ടോ നിങ്ങൾ? ഒന്നും കൂടി ഞാൻ എന്ത് ചെയ്യാ, കട്ടി കൂട്ടുന്നുണ്ട്. ഓക്കെ മക്കളേക്കോ, ടുവാർഡ് ദ സെന്റർ ഓഫ് ദ കിഡ്നി. നിങ്ങൾ കിഡ്നിയുടെ സെന്ററിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു നോച്ച് കാണാം. ഇതാണ് NCERT ഉദ്ദേശിച്ചത്. അവിടെ കോൺകേവ് എന്ന് ഉദ്ദേശിച്ചത് ഇതാ ഇങ്ങനെ ആയിരിക്കും അതിന്റെ ഷേപ്പ് ഉണ്ടാവുക. കോൺകേവ് ആയ നോച്ച്. ഈ നോച്ചിനെ NCERT വിളിച്ച പേരാണ് ഹൈലം. ഈ ഹൈലത്തിലൂടെയാണ് ആര്? യുറേറ്റർ ആൻഡ് റിനൽ ആർട്ടറി ആൻഡ് റിനൽ വെയിൻ. കിഡ്നിന്റെ ഉള്ളിലേക്ക് ബ്ലഡ് കൊണ്ടുപോകുന്ന റീനൽ ആർട്ടറിയും കിഡ്നിയുടെ പുറത്തേക്ക് ബ്ലഡ് കൊണ്ടുപോകുന്ന ദ റീനൽ വെയിൻ, ഇതെല്ലാം കടന്നു പോകുന്നത് ഈ നോച്ചിലൂടെയാ. ദിസ് നോച്ച് ഈസ് കോൾഡ് ഹൈലം. ഇതാണ് ഞാൻ എൻ്റെ ക്ലാസ്സിൽ ഞാനിത് മുഴുവൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞ എൻ്റെ ഒരു സമാധാനത്തിന്. അപ്പൊ കിഡ്നി, അതിൻ്റെ ഉള്ളിലുള്ള നോച്ചിന്റെ പേരാണ് ഹൈലം. ഈ വിടവാണ് ഹൈലം. കേട്ടോ മക്കളെ, മനസ്സിലായില്ലേ? ഇതാണ് ഹൈലം. ഈ സാധനം, സോറി, ഇതാണ് ഹൈലം കേട്ടോ മക്കളെ. ഇതാണ് ഹൈലം. ഈ ഒരു കോൺകേവ് ഷേപ്പ്, ഇതാണ് ഹൈലം. ഹൈലം എന്ന ഇതൊരു വിടവാണ്, ഒരു സ്പേസ് ആണ്. ഇതിലൂടെയാണ് യൂറീറ്റർ പോവുക. ബ്ലഡ് ഇതിലൂടെയാണ് കടന്നു വരിക. അതേപോലെ പുറത്തേക്ക് ഇതിലൂടെയാണ്. ഇതാണ് കിഡ്നിന്റെ ഉള്ളിലേക്കുള്ള ഡോറ്. ഇതാണ് ഓപ്പണ്. ഇതാണ് ആ ഓപ്പണിനെ വിളിച്ച പേരാണെന്ത്? ഹൈലം. അതാണ് NCERT അവിടെ വിശേഷിപ്പിച്ചത്. മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. നോക്കാം എന്താ പറഞ്ഞത് നോക്കാം. അപ്പൊ NCERT ബുക്ക് നമ്മളോട് പറയുന്നത് ടുവാർഡ് ദ ലെഫ്റ്റ്. NCERT പറഞ്ഞാ ടുവാർഡ് ദ സെന്റർ ഓഫ് ദ ഇന്നർ കോൺകേവ് സർഫസ് ഓഫ് ദ കിഡ്നി. നിങ്ങൾക്ക് അവിടെ ഒരു നോച്ച് കാണാം. ആ നോച്ചിന്റെ പേരാണ് ഹൈലം. ത്രൂ ദ വിച്ച് എൻഡ്, അതിലൂടെ കയറുന്നു ആരൊക്കെ? ബ്ലഡ് വെസൽ ആൻഡ് നെർവ് എൻഡർ. യൂറീറ്റർ അല്ലെ, യൂറീറ്ററോട് പറഞ്ഞല്ലോ, യൂറീറ്റർ അവിടെ. ഇതെല്ലാം കയറുന്നത് ഇതിലൂടെയാണ്. വിച്ച് ഇസ് യൂറീറ്റർ ആൻഡ് ബ്ലഡ് വെസൽസ് ആൻഡ് നെർവ് എൻഡർ. ഇതെല്ലാം പ്രവേശിക്കുന്നത് ആ നോച്ചിലൂടെയാണ്. നോച്ചിന്റെ പേര് ഹൈലമാണ്. എന്നിട്ട് പറയാണ്, the inner to the hilum is broad funnel shaped space is called renal pelvis, which projection is called calyxus. അല്ലേ? എന്താ അവിടെ പറഞ്ഞു അറിയോ? മനസ്സിലാവാൻ കുറച്ച് പ്രയാസം. നിങ്ങൾക്ക് അറിയോ മക്കളെ? അറിയില്ലേ? അറിയോ എന്താണ് ഉദ്ദേശം? ഞാൻ ഒന്ന് പറയാം എൻ്റെ ഒരു സമാധാനത്തിന്. ഇൻ കേസ് അറിയില്ലെങ്കിലോ? ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് പറയണ്ടേ. ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് റഫായിട്ട് പറഞ്ഞിട്ട് പോവാണ്. അഥവാ ഇൻ കേസ് ആരെങ്കിലും പെട്ടെന്ന് ബുദ്ധിമുട്ടുണ്ടല്ലോ, ഞാൻ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, പരിചയപ്പെടുത്താം. പെട്ടെന്ന് പറഞ്ഞുകൊണ്ട്, ഇതാണ് നമ്മളെ കിഡ്നി. ഓക്കെ, ഇത് നമ്മളെ നോച്ച്. ബ്രോഡ് ഫണൽ ഷേപ്പ്. ഇതാണ് ഭയങ്കര വിശാലമായിട്ടുള്ള ഒരു ഫണൽ ഷേപ്പിന്റെ ഭാഗം അല്ലെ. ഇതാണ് ഫണൽ ആയിട്ടുള്ള ഭാഗം. ഇതിനെ പേരാണ് റീനൽ പെൽവിസ് അല്ലെ. റീനൽ പെൽവിസ് എന്ന് പറഞ്ഞിട്ടുള്ള. പിന്നെ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. എന്നിട്ട് NCERT പറയാണ്, ഇതാണ് നമ്മളെ കാലിക്സ് കേട്ടോ. ഇത് കാലിക്സ്. സോറി, ഇത് മെഡുലറി പിരമിഡ് ആണ്. ഇത് നമ്മളെ മെഡുലറി പിരമിഡ്. ഇതാണ് കിഡ്നി. ഇങ്ങനെയായിരിക്കും കിഡ്നി ഉണ്ടാവുക. അപ്പോൾ ഞാനൊന്ന് ഓരോന്ന് ഭാഗം പരിചയപ്പെടുത്താം.
ഇത് നമ്മളെ റിനൽ പെൽവിസ്, റിനൽ പെൽവിസ്. ഇത് മെഡുലറി പിരമിഡ്, മെഡുലറി പിരമിഡ്. ഇവിടെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇതിപ്പോൾ മെഡുലറി പിരമിഡ് ആണെങ്കിൽ ആ മെഡുലറി പിരമിഡ് ഈ ഒരു ഭാഗം ഇതിനെ വിളിക്കുന്ന പേരാണെന്ത്? കാലിക്സ്. ഇത് കാലിക്സ് കേട്ടോ, ഇത് കാലിക്സ്, ഇത് മെഡുലറി പിരമിഡ്, ഇത് കോട്ടക്സ്, ഈ ഭാഗമാണ് കോട്ടക്സ്. നിങ്ങൾ നോക്കുക, അവിടെ നോക്കിട്ടോ മക്കളെ, നോക്കിക്കോ, ഇത് കോട്ടക്സ് ആണ് കേട്ടോ. ഈ വരന്റെ ഈ ഒരു ഇടയിലല്ലേ, ഇതിന്റെ ഇട, ഈ ഒരു ഭാഗം ഇതാണ് കോട്ടക്സ്. ഈ ഒരു ഭാഗം ഉണ്ടോ, ഇതാണ് മെഡുല. ഇത് മെഡുലറി പിരമിഡ്, ഇത് മെഡുലറി പിരമിഡ്. ഈ പിരമിഡിന്റെ അടിയിൽ ഈ ഭാഗം കണ്ടോ, ഇതാണ് കാലിക്സ്. ഇത് റിനൽ പെൽവിസ്. ഇതാണ് ഏത്? നോച്ച് ഈസ് കോൾഡ് ഹൈലം. ഇതാണ് ഏത്? യുറീറ്റർ. ഇത് റിനൽ ആർട്ടറി, ഇത് റിനൽ വെയിന്. ഇതാണ് നിങ്ങൾക്ക് NCERT ബുക്ക് അവിടെ പറഞ്ഞു തരുന്നത്. ഞാൻ ഒന്നും കൂടി പറയട്ടെ എൻ്റെ ഒരു സമാധാനത്തിന്. ഇൻ കേസ് ഇത് ആർക്കെങ്കിലും അറിയെങ്കിൽ അവരെന്ത് ചെയ്തോളൂ, വീഡിയോ കുറച്ച് മുന്നോട്ട് എന്ത് ചെയ്യും, നിങ്ങളിങ്ങനെ മുന്നോട്ട് പോയിക്കോളൂ കേട്ടോ. മനസ്സിലാവാത്തവരുണ്ട് എന്നുള്ളൊരു വിശ്വാസമാണ് വീണ്ടും വീണ്ടും എന്നെ കൊണ്ട് ഇതിങ്ങനെ പറയിപ്പിക്കുന്നത്. അതുകൊണ്ട് നോക്കുക, ഇത് ഹൈലം ഈസ് കോൾഡ് നോച്ച്, നോച്ച് ഈസ് കോൾഡ് ഹൈലം. ഇത് യുറീറ്റർ, റിനൽ ആർട്ടറി, റിനൽ വെയിന്. ഇത് ബ്ലഡിനെ ഉള്ളിൽ കൊണ്ടുപോകും, ഇത് ബ്ലഡിനെ പുറത്തേക്ക് കൊണ്ടുപോകും. ഇതാണ് ആ ബ്രോഡ് ഫണൽ ഷേപ്പ് എന്ന് പറഞ്ഞില്ലേ, ഇതാണ് റിനൽ പെൽവിസ്. പിന്നെ ഇതാണ് കാലിക്സ്, ഇത് കാലിക്സ്, ഇത് മെഡുലറി പിരമിഡ്. അതാണ് ഞാനിവിടെ വരച്ചിട്ടുള്ളത്, കണ്ടില്ലേ മെഡുലറി പിരമിഡ്. ഞാനൊരു നോക്കിട്ടോ, ഇങ്ങനെയാണ് മെഡുലറി പിരമിഡ് ഉണ്ടാവുക. ഇതാണ് കാലിക്സ്, കണ്ടോ കാലിക്സ്, ഇത് മെഡുലറി പിരമിഡ്. പിന്നെ ഇത് നമുക്ക് രണ്ട് പോർഷൻ ആക്കാം. ഇത് കോട്ടക്സ്, ഈ വരന്റെ ഈ സൈഡ് കോട്ടക്സ്, ഈ വരന്റെ ഇത് മെഡുല. അപ്പൊ ഇത്രയും ഭാഗം മെഡുല, ഇത്രയും ഭാഗം കോട്ടക്സ്. അപ്പൊ ഇതാണ് NCERT അവിടെ പറഞ്ഞു തരുന്നത്. മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും കൂടി നിങ്ങൾ ബാക്ക് അടിച്ച് കാണുക കേട്ടോ മക്കളെ. അപ്പം ഞാൻ നേരെ NCERT വായിക്കുകയാണ്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇതൊക്കെ എൻ്റെ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ പിന്നെ അതിനുശേഷം NCERT റീഡിങ് യൂട്യൂബിലേക്ക് മാറ്റിയതാണ്. ഓക്കെ, റെഡി? നോക്കോ. അപ്പം നമുക്ക് നേരെ മുന്നോട്ട് പോകാം. റെഡി? ഓക്കെ, നോക്കോ. നോക്കോ. അപ്പൊ പ്രൊജക്ഷൻ ഇസ് കോൾഡ് കാലിക്സ് അല്ലെ. അപ്പൊ നമ്മൾ കാലിക്സ് എന്ന് പറയുന്ന പ്രൊജക്ഷൻസ് ഉണ്ട്. ഇതാണ് കാലിക്സ് എന്ന പ്രൊജക്ഷൻ. ആ കാലിക്സ് എന്ന പ്രൊജക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്, നേരെ മിഡ്ലറി എങ്ങോട്ടാണ് ആ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നത്, എങ്ങോട്ടാണ്? അത് ആ ഫണൽ ഷേപ്ഡ് ആയിട്ടുള്ള റിനൽ പെൽവിസിലേക്കാണ്. അപ്പോൾ ഒരു ഫണൽ ഷേപ്ഡ് ആയിട്ടുള്ള സ്പേസ് ഉണ്ട്, അതിന് പേരാണ് റിനൽ പെൽവിസ്. ആ പെൽവിസിലോട്ട് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന എന്തുണ്ട്? കാലിക്സസ് ഉണ്ട്. എന്നിട്ട് ഔട്ടർ ലെയർ ഓഫ് ദി കിഡ്നി, എന്നിട്ട് NCERT ബുക്ക് പറയാണ് ദ ഔട്ടർ ലെയർ ഓഫ് ദി കിഡ്നി അല്ലേ. ദ ഔട്ടർ ലെയർ ഓഫ് ദി കിഡ്നി ഈസ് ത്രൂ ക്യാപ്സ്യൂൾസ് എന്ന് വെച്ചാൽ നല്ല ടഫ് ക്യാപ്സ്യൂൾ ഉണ്ട്, ക്യാപ്സ്യൂൾ ഉണ്ട്, നല്ല കട്ടിയുള്ള ക്യാപ്സ്യൂൾസ് കൊണ്ടാണ് കിഡ്നീനെ കവർ ചെയ്തിട്ടുണ്ട് അല്ലെ. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഹാർട്ടിനെ കവർ ചെയ്തുകൊണ്ട് പെരികാർഡിയം, ലെൻസിനെ കവർ ചെയ്തുകൊണ്ട് പ്ലൂറ, അതേപോലെ കിഡ്നിയെ കവർ ചെയ്തുകൊണ്ട് കാണുന്നത് ടഫ് ക്യാപ്സ്യൂൾ ആണ്. ഇൻസൈഡ് ദ കിഡ്നി ദേ ആർ 2 zones. ഞാൻ പറഞ്ഞിട്ടുണ്ട്, 2 സോണാക്കി മാറ്റിയിട്ടുണ്ട് കിഡ്നിനെ, ഉൾഭാഗം അല്ലെ. ദ ഔട്ടർ കോർട്ടക്സ് ഉണ്ട്, ദെൻ ദ ഇന്നർ മെഡുല എന്ന 2 ഭാഗമാക്കി നമുക്ക് എന്ത് ചെയ്യാം, കിഡ്നിന്റെ ഭാഗത്ത് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ദ മെഡുല is divided into, മെഡുലയിൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും, ചില കോണിക്കൽ മാസസ് കാണാം. is called medullary pyramid. അത് പ്രൊജക്ട് ചെയ്യുന്നു into the calyx, കാലിക്സിലേക്ക് അത് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നു. ഈ സിംഗുലർ is calyx അല്ലെ, കാലിക്സസ് എന്നാണ് പറഞ്ഞത്, സിംഗുലർ കാലിക്സ് എന്നാണ് കേട്ടോ പറയാ. റെഡി? ദ കോർട്ടക്സ് എക്സ്റ്റെൻഡ് ഇൻടു ദ അല്ലെ. അപ്പൊ ഈ പോയിന്റ്സ് മനസ്സിലായെന്ന് നിങ്ങൾ വിചാരിക്കുകയാണ്. ഈ പോയിന്റ്സ് റെഡിയാണ്. ഞാൻ ഈ പറഞ്ഞ നേരത്തെ ഞാൻ കൃത്യമായിട്ട് ഇത് പറഞ്ഞു, അത് മനസ്സിലാക്കിയിട്ട് ഇത് വായിക്കണം. ഇത് കുറച്ച് ഈ ഒരു ഏരിയ വായിക്കുമ്പോൾ ചില കുട്ടികൾക്ക് ഭയങ്കര പ്രയാസം ഉണ്ടാകും. അതിനാണ് ഞാനിത് ഇങ്ങനെ കുറച്ച് നേരം പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ പ്രതീക്ഷയാണ് ഞാൻ മുന്നോട്ട് പോകണം കേട്ടോ. മനസ്സിലായിട്ടില്ലെങ്കിൽ വീണ്ടും നീ ബാക്ക് അടിച്ച് നിങ്ങൾ വീഡിയോ കാണണം. നോക്കോ. അപ്പോൾ മെഡുലറി പിരമിഡ് പ്രൊജക്ട് ചെയ്യുന്ന ഇൻടു കാലിക്സിലേക്ക് അത് പ്രൊജക്ട് ചെയ്ത് നിൽക്കുക അല്ലെ. അപ്പോൾ ഇതാണ് ഉദ്ദേശിച്ചത്. ഇതാണ് നമ്മൾ മെഡുലറി പിരമിഡ് എന്ന് വിചാരിക്കുക. ഇതാണ് ആ കാലിക്സ് എന്ന് വിചാരിക്കുക. ഈ കാലിക്സ് എങ്ങോട്ടാണ് തിരിഞ്ഞു നിൽക്കുന്നത്? കാലിക്സ് അല്ലെ, കാലിക്സ് എങ്ങോട്ടാണ് പ്രൊജക്ട് നിൽക്കുന്നത്? ഇൻടു ദ റിനൽ പെൽവിസ്. ഇത് റിനൽ പെൽവിസിലേക്ക്, ഇത് കാലിക്സ്. ഈ കാലിക്സിലേക്ക് തിരിഞ്ഞു നിൽക്കുന്നത് മെഡുലറി പിരമിഡ്. റെഡി അല്ലേ? അതാണ് എനിക്ക് ഉദ്ദേശിച്ചത് കേട്ടോ. കോർട്ടക്സ് എക്സ്റ്റെൻഡ് ഇൻടു ദ ബിറ്റ്വീൻ ദ, കോർട്ടക്സ് നീണ്ടു കിടക്കുകയാണ്, എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുകയാണ്, നീണ്ടു കിടക്കുകയാണ്. എങ്ങോട്ട് നീണ്ടു കിടക്കുന്നു? നോക്കി നോക്കൂ കേട്ടോ. ഇവിടെ പിക്ചർ തന്നിട്ടുണ്ട്. ഞാൻ ഈ പിക്ചർ ഒന്ന് ജസ്റ്റ് പറഞ്ഞുതരാം. മക്കൾ നോക്കിട്ടോ. ഇത് മെഡുലറി പിരമിഡ്, ഇത് മെഡുലറി പിരമിഡാണ്, പിരമിഡ്. ഇത് കാലിക്സ്, ഇതാണ് കാലിക്സ്. ഈ കാലിക്സ് എവിടെ ഉള്ളത്? ഇതാണ് നമ്മുടെ റിനൽ പെൽവിസ്. കണ്ടോ? അപ്പൊ റിനൽ പെൽവിസ്, ആ പെൽവിസിൽ നിങ്ങൾക്ക് കാലിക്സ്, ആ കാലിക്സിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന മെഡുലറി പിരമിഡ്. അപ്പൊ എല്ലാ മെഡുലറി പിരമിഡും എവിടെയാണ് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത്? കാലിക്സിലല്ലേ.
കാലിക്സ് ആരുടെ ഭാഗമാണ്? റിനൽ പെൽവിസിന്റെ ഭാഗമല്ലേ? അതാണ് NCERT പറഞ്ഞത്. NCERT ബുക്ക് പിന്നെ അങ്ങനെയാണ്, കുറച്ച് കോംപ്ലിക്കേഷൻ ആക്കി എപ്പോഴും പറയുള്ളൂ. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് ഇത്ര ഉള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, അത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് അത് സിമ്പിൾ ആണെന്ന് മനസ്സിലാവും. അപ്പോൾ ബാക്കി കേട്ടോ നോക്കാം. അപ്പോൾ നോക്കാം, മെല്ലറി പിരമിഡ് റിനൽ കോളം ഈസ് കോൾഡ് കോളംസ് ഓഫ് ബെർട്ടിനി. ഇതാണ് പല കുട്ടികളും ഭയങ്കര ഡിഫിക്കൽട്ട് ആക്കി പറഞ്ഞ ഒരു ലൈനാണ്. എന്താണ് ഉദ്ദേശം അറിയോ? ഇത്രേ ഉള്ളൂ, ഞാൻ പറയാം. ഇങ്ങോട്ട് കേട്ടോ, ഇത്ര മക്കൾ എന്തേക്കും എന്താ ഉദ്ദേശം അറിയോ? ഇങ്ങോട്ട് നോക്കുക, ഇത് ഞാൻ ഇവിടെ ഒരു വര വരയ്ക്കണ്ടേ, ഈ വരൻ്റെ ഇതൊരു അതിർത്തിയാന്ന് വിചാരിക്കട്ടോ. ഞാനിപ്പോൾ ഈ വരച്ചത് ഒരു അതിർത്തിയാണ്, ഈ ബ്ലാക്കിൽ വരച്ചത്. എല്ലാവരും കാണുന്നുണ്ടോ? സെറ്റ് അല്ലേ? അല്ലെങ്കിൽ കാണുന്നില്ലേ? ക്ലിയർ ഇല്ലേ? ക്ലാരിറ്റി ഇല്ലേ? ആ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. കാണുന്നുണ്ട് വിചാരിക്കണം. ഒന്നുകൂടി സൂം ചെയ്യണോ? സൂം ചെയ്യണം ഒന്നുകൂടി? ഓക്കെ, ഒന്നുകൂടി സൂം ചെയ്യാം. നോക്കിട്ടോ, റെഡി നോക്കാം. ആ ബ്ലറായോ? കുഴപ്പമൊന്നുമില്ലല്ലോ. നോക്കോ, ഞാൻ എന്താ പറഞ്ഞറിയോ, ഇത് കോർട്ടക്സ് ആട്ടോ. ഞാനിവിടെ ഒരു ലൈൻ വരച്ചിട്ടില്ലേ, ഈ വര വരച്ചതിൻ്റെ ഈ സൈഡ് ഉണ്ടല്ലോ, ഇതിന് ഈ സൈഡിനാണ് ഞാൻ എന്ത് വിളിക്കുകയാണ്? കോർട്ടക്സ് എന്ന് വിളിക്കുകയാണ്. ഈ വരൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ, ഇതിനെ ഞാൻ എന്ത് വിളിക്കുകയാണ്? മെഡുല എന്ന് വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഭാഗം, ഈ വരൻ്റെ ഈ അതിർത്തിയുടെ ഈ സൈഡ് മെഡുലയും ഈ വരൻ്റെ ഈ സൈഡ് മൊത്തം എന്താണ്? കോർട്ടക്സും ആണ്. റെഡി അല്ലേ? എന്നിട്ട് ഇങ്ങോട്ട് പറഞ്ഞാൽ എന്താ അറിയോ, ഇങ്ങോട്ട് വെക്കുക, ഇതെന്താ സാധനം? ഈ ഭാഗം എന്താ അറിയോ? ഇത് നമ്മൾ വിളിക്കുന്ന പേരാണ് റിനൽ കോളം. ഇത് റിനൽ കോളമാണ്. ഇതും എന്താ? റിനൽ കോളം. റിനൽ കോളം എന്ന് പറഞ്ഞാൽ എന്താ? ഈ രണ്ട് പിരമിഡിന്റെ ഇടയ്ക്കൊരു സ്പേസ് ഉണ്ടെങ്കിൽ ഈ സ്പേസിനെ വിളിക്കുന്ന പേരാണ് റിനൽ കോളം. മനസ്സിലായില്ലേ? ഈ പിരമിഡിന്റെയും ഇടയിലൊരു ഭാഗം കണ്ടില്ലേ, ആ ഭാഗത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? റിനൽ കോളം. പക്ഷേ ഈ റിനൽ കോളത്തിന് പ്രത്യേകത ഉണ്ട് കേട്ടോ. ഏതറിയോ? നോക്കുക, ഈ റിനൽ കോളത്തിന് പ്രത്യേകത ഉണ്ട്. ഇതെന്താ? ഈ റിനൽ കോളം എടുക്കുന്നത് മെഡുലയിലല്ലേ? അല്ലേ? അപ്പൊ നമ്മളൊരു അതിർത്തി വരച്ചാണ് പറയില്ലേ, ഇത്രയും ഭാഗം ഓന്റെ പറമ്പിൽ, ഇത്രയും ഭാഗം എൻ്റെ പറമ്പിൽ എന്നതുപോലെ തന്നെ ഈ റിനൽ കോളം കാണുന്നത് എവിടെയാണ്? മെഡുലയിലല്ലേ? ഈ റിനൽ കോളം കാണുന്നത് മെഡുലയിലാണ്. എന്നാൽ ഈ റിനൽ കോളം കാണുന്നത് എവിടെ? ഈ റിനൽ കോളം കാണുന്നത് എവിടെ? കോർട്ടക്സിലല്ലേ? ഓക്കെ, ഈ റിനൽ കോളം കാണുന്നത് എവിടെയാണ്? കോർട്ടക്സിലാണ്. ഇത് കോർട്ടക്സിലെ റിനൽ കോളം, ഇത് മിഡിലയിലെ റിനൽ കോളം അല്ലേ? എന്നിട്ട് റിനൽ കോളം അതാണ് ഈ കോർട്ടക്സിലെ റിനൽ കോളം. ഇതല്ലേ കോർട്ടക്സിലുള്ള റിനൽ കോളം? കോർട്ടക്സിന്റെ ഭാഗത്ത് നിൽക്കുന്ന റിനൽ കോളം അല്ലേ? ഇവനെ വിളിക്കുന്ന പേരാണെന്ത്? കോളംസ് ഓഫ് ബെർട്ടിനി. അവിടെ കണ്ടില്ലേ പേര്? ആണ്. ആ കോളംസ് ഓഫ് ബെർട്ടിനി എന്ന് പറഞ്ഞ ഉദ്ദേശിച്ചത് ആരാണ്? ഇവനെയാണ്. അത്രേ ഉള്ളൂ. ഇതിന് വേണ്ടിയിട്ടാണ് ഓരോ മനുഷ്യന്മാരെ ഇട്ട് ഇടങ്ങാറാവുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞെന്ത് ചെയ്യുക, കൃത്യമായിട്ട് മനസ്സിലാക്കുക. കോർട്ടക്സിൽ റിനൽ കോളം ഉണ്ട്, മെഡുലയിലും റിനൽ കോളം ഉണ്ട്. റിനൽ കോളം എന്ന് പറഞ്ഞാൽ രണ്ട് പിരമിഡിന്റെ ഇടയിലുള്ള സ്പേസ്. ആ കോർട്ടക്സിലെ റിനൽ കോളത്തിനെ നമ്മൾ വിളിച്ച പേരാണെന്ത്? കോളംസ് ഓഫ് ബെർട്ടിനി. എല്ലാം സെറ്റാന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ബാക്കി മുന്നോട്ട് പോകണം. റെഡി അല്ലേ? റെഡി. അപ്പൊ ബാക്കി നോക്കിക്കോട്ടോ. പെൻഷേറ്റ് എന്താ ബാക്കി പറഞ്ഞ് നമുക്ക് നോക്കാം. റെഡി? ഓക്കെ, അതൊക്കെ മക്കൾ നോക്കാം. കിഡ്നി എന്നിട്ട് NCERT ബുക്ക് പറയാണ്, നോക്കോ already നോക്കോ. എന്നിട്ട് പറയാ, each kidney has nearly 1 million complex tubular structure is called a nephron. എന്താണ് ഉദ്ദേശം? ഓരോ കിഡ്നിയിൽ എന്തുണ്ട് അറിയോ? 1 million. 1 million എന്ന് പറഞ്ഞാൽ എത്ര? 10 lakh. 10 ലക്ഷം നെഫ്രോൺസ് ഉണ്ട് അല്ലെ? ഓരോ കിഡ്നിയിൽ നിങ്ങൾക്ക് എന്ത് കാണാം? 10 ലക്ഷം നെഫ്രോൺസ് കാണാം അല്ലെ? ഈച്ച് കിഡ്നി ഹാസ് 1 million അത് ഇവിടെ രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒന്ന്, NCERT ബുക്ക് എങ്ങനെയാണ് നെഫ്രോണിനെ വിശേഷിപ്പിച്ചത്? കോംപ്ലക്സ് ട്യൂബുലാർ അല്ലെ? കോംപ്ലക്സ് ട്യൂബുലാർ സ്ട്രക്ചർ എന്നാണ് NCERT വിശേഷിപ്പിച്ചത്. ഇനി എത്ര നെഫ്രോൺസ് ഉണ്ട്? 1 million അഥവാ 10 ലക്ഷം നെഫ്രോൺസ് ഉണ്ട്. വിച്ച് ആർ ഫങ്ഷണൽ യൂണിറ്റ്സ് ആൻഡ് ഈച്ച് നെഫ്രോൺ ഹാസ് 2 parts. ഫങ്ഷണൽ യൂണിറ്റ് ആയിട്ടുള്ള ആ നെഫ്രോണിന് 2 ഭാഗങ്ങളുണ്ട്. ആരൊക്കെയാണെന്ന് അറിയോ? ഒന്ന് ഗ്ലോമറുലസ് ആണ്, ഒന്ന് ഗ്ലോമറുലസ് ആൻഡ് 2 റിനൽ ട്യൂബ്യൂൾ. അപ്പൊ നമുക്കറിയാം ഫങ്ഷണൽ യൂണിറ്റ് ആയിട്ടുള്ള നെഫ്രോൺസിന് 2 ഭാഗമാണ് ഉള്ളത്. ഒന്നാരാ? ഒന്ന് ഗ്ലോമറുലസ്, രണ്ടാരാ? റിനൽ ട്യൂബ്യൂൾ. ദ ഗ്ലോമറുലസ് ഈസ് എന്താ ഗ്ലോമറുലസ് എന്ന് പറഞ്ഞാലേ? NCERT ലൈൻ കറക്റ്റ് പഠിക്കണം. ഗ്ലോമറുലസ് എന്ന് പറഞ്ഞാൽ എന്താ? ടഫ്റ്റ് ഓഫ് കാപ്പിലറി. അത് കാപ്പിലറീസിന്റെ ഒരു കൂട്ടമാണ്. ഫോംഡ് അത് എവിടെ നിന്നാണ് ഉണ്ടാവുക? അഫറന്റ് ആർട്ടീരിയോൾ. അഫറന്റ് ആർട്ടീരിയോളിൽ നിന്നാണ് അത് ഉണ്ടാവുക. ആൻഡ് ഫൈൻ ബ്രാഞ്ച് ഓഫ്. ആരാണ് അഫറന്റ് ആർട്ടീരിയോൾ? ഒരു ഫൈനായ കട്ടിയില്ലാത്ത ബ്രാഞ്ചാണ് ആരുടേത്? റിനൽ ആർട്ടറിയുടേത്. അപ്പൊ റിനൽ ആർട്ടറിയുടെ കട്ടിയില്ലാത്ത ഒരു ബ്രാഞ്ചാണ് ആര്? അഫറന്റ് ആർട്ടീരിയോൾ. അതിന്റെ കൂട്ടമാണ് ആര്? ഗ്ലോമറുലസ് എന്ന് പറഞ്ഞാൽ. ബ്ലഡ് ഫ്രം ദ ഗ്ലോമറുലസ് ഈസ് അല്ലെ? ബ്ലഡ് ഫ്രം ദ ഗ്ലോമറുലസ്. ഗ്ലോമറുലസിൽ നിന്നുള്ള ബ്ലഡ് എന്ത് ചെയ്യുന്നു? ക്യാരിഡ് എവേ ബൈ ദ ഇഫറന്റ് ആർട്ടീരിയോൾ. അപ്പൊ ഗ്ലോമറുലസിൽ നിന്ന് രക്തത്തിനെ പുറത്തേക്ക് കൊണ്ടുപോകുന്ന, അതാണ് എവേ എന്ന് പറഞ്ഞത് കേട്ടോ. അഥവാ അഫറന്റ് ആർട്ടീരിയോളിന്റെ എവേ. അഫറന്റ് ആർട്ടീരിയോൾ എന്ത് ചെയ്യും? രക്തത്തിനെ ഗ്ലോമറുലസിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് രക്തത്തിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നതാണ്
അത് ഇഫറൻ്റ് ആർട്ടീരിയോളാണ് എന്നാണ് NCERT ബുക്ക് നമ്മളോട് പറഞ്ഞത്. എന്നിട്ട് പറയാണ് റെഡിയാണല്ലോ, അല്ലടാ എൻ്റെ മുത്തുമണികളെ, ഞാൻ ബാക്കി വായിക്കട്ടെടാ. സെറ്റല്ലേ, നിങ്ങൾ എൻ്റെ കൂടെ ഇല്ലടാ, റെഡി അല്ലേ? നിങ്ങളെൻ്റെ കൂടെ ഉണ്ട് എന്ന് വിചാരിക്കട്ടാ ഞാൻ പറഞ്ഞത്. റെഡിയാണേ? നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായ നിങ്ങൾ കമൻ്റ് ഇടണം. നിങ്ങൾ കമൻ്റ് ഇട്ടാണ്ടല്ലോ ഞാനിത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. എന്നെ സപ്പോർട്ട് ചെയ്താൽ ഞാൻ നിങ്ങളെ കൂടെ നിങ്ങൾക്ക് വേണ്ടതൊക്കെ ഞാൻ ചെയ്തുതരും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ലൈഫ് മാറ്റി വെച്ച ആളാണ്. എനിക്ക് വേറെ വൈബൊന്നുമില്ല. റെഫർ ചെയ്യുക, ക്ലാസ് എടുക്കുക. അപ്പം നിങ്ങൾ ഗംഭീരമായിട്ട് എൻ്റെ കൂടെ നിന്നാൽ, എനിക്ക് നല്ല സപ്പോർട്ട് തന്നാൽ, നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായി, നിങ്ങൾ ലൈക്ക് ഇട്ട് കമൻറ്റ് ചെയ്ത് നിങ്ങൾ എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു 10-20 ആൾ എന്നെ സപ്പോർട്ട് ചെയ്താൽ മതി. അല്ലാതെ എനിക്ക് മില്യൺസ് വ്യൂസ് ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നൊന്നുമില്ല. ഒരു പെർഫെക്റ്റ് ആയ കുറച്ച് കുട്ടികൾ എൻ്റെ കൂടെ എന്നെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഗംഭീരമായിട്ട് ഞാൻ ക്ലാസ് ഇട്ടിരും. ഞാൻ ഇതിന് വേണ്ടി എൻ്റെ ലൈഫ് മാറ്റി വെച്ചിരിക്കുകയാണ്. റെഫർ ചെയ്യുക, ക്ലാസ് എടുക്കുക. റെഡി അല്ലേ? അപ്പോൾ ഗംഭീര കണ്ടന്റുകൾ തരും. നിങ്ങൾ എന്ത് ചെയ്യുക, കൂടെ കട്ടൊക്കെ ഉണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വേണ്ടത് എന്നോട് ചോദിച്ചോ, ഞാൻ ചെയ്തു തരും കേട്ടോ. എനിക്ക് വേറെ ഒന്നുമില്ല. എൻ്റെ വീട്ടിലൊരു സ്റ്റുഡിയോ സെറ്റ് ചെയ്ത് ഫുൾ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്ത് എൻ്റെ ലൈഫ് മൊത്തം തന്നെ ക്ലാസ് എടുക്കുക. നിങ്ങൾക്ക് വേണം. പക്ഷേ എൻ്റെ ഏറ്റവും ഫേവറസ്റ്റ് ടോപ്പിക് നീറ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇതിൽ കടിച്ച് തൂങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇനിയും വേണമെങ്കിൽ എന്ത് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഞാൻ എന്ത് ചെയ്യും, തന്നുകൊണ്ടിരിക്കും കേട്ടോ. റെഡി നോക്കോ. അപ്പോൾ നോക്കാം, അടുത്ത് കേട്ടോ. നെക്സ്റ്റ് നോക്കാറിലേക്കോ. ദ റിനൽ ട്യൂബ്യൂൾ ബിഗെയിൻസ്. അടുത്ത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൽ പഠിച്ച ഗ്ലോമറുലസിനെ പറ്റിയിട്ടാണ്. ഗ്ലോമറുലസ് ഇനി അടുത്ത് റിനൽ ട്യൂബ്യൂളിലേക്ക് പോവാണ്. ദ റിനൽ ട്യൂബ്യൂൾ ബിഗെയിൻസ് ആരംഭിക്കുന്നത് വിത്ത് എവിടുന്ന ഒരു ഡബിൾ വാൾഡ് ആയിട്ടുള്ള കപ്പ് ലൈക്ക് സ്ട്രക്ചറിൽ നിന്ന് കോൾഡ്. ആ ഡബിൾ വാൾഡ് കപ്പ് ലൈക്ക് സ്ട്രക്ചർ നമ്മൾ വിളിക്കുന്ന പേരെന്താ? ബൊമൻസ് ക്യാപ്സ്യൂൾ എന്നാണ് വിളിക്കുന്നത്. ഞാനത് ആദ്യം വായിച്ച് തന്നിട്ട് എന്ത് ചെയ്തരാ, ഞാൻ ഈ പിക്ചർ വെച്ച് നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ആദ്യം പോയിന്റ്സ് മനസ്സിലാക്കുക. അപ്പോൾ റിനൽ ട്യൂബ്യൂൾ ബിഗെയിൻസ് ആരംഭിക്കുന്നത് ഒരു ഡബിൾ വാൾഡ് ആയിട്ടുള്ള കപ്പ് ലൈക്ക് സ്ട്രക്ചറിൽ നിന്ന്. ആ കപ്പ് ലൈക്ക് സ്ട്രക്ചർ നമ്മൾ വിളിക്കുന്ന പേരെന്താ? ബൊമൻസ് ക്യാപ്സ്യൂള വിച്ച് എൻഗോളോസസ്. അത് ചുറ്റിക്കിടക്കുകയാണ് ആർക്ക്? ദ ഗ്ലോമറുലസ്. അപ്പൊ ബ്ലഡ് വെസൽസിനെ ചുറ്റിക്കൊണ്ട് കിടക്കുന്ന ഒരാളാണ് ആര്? ബൊമൻസ് ക്യാപ്സ്യൂൾ. വിച്ച് എൻഗോളോസസ്. അത് ചുറ്റിക്കിടക്കുന്ന ആര്? ഗ്ലോമറുലസിനെ. അപ്പൊ ഗ്ലോമറുലസ് ചുറ്റിക്കൊണ്ട് ആരുണ്ട്? ഡബിൾ വാൾഡ് കപ്പ് ലൈക്ക് സ്ട്രക്ചർ ഈസ് കോൾഡ് ബൊമൻസ് ക്യാപ്സ്യൂൾ. ദ ഗ്ലോമറുലസ് അലോങ് വിത്ത് ബൊമൻസ് ക്യാപ്സ്യൂൾ അല്ലെ. ഗ്ലോമറുലസും ബൊമൻസ് ക്യാപ്സ്യൂളും ഇവർ രണ്ടാളെയും കൂടി നമുക്ക് എന്ത് പറയാം? കോൾഡ്. രണ്ടുപേര് ആരൊക്കെയാണ്? ഗ്ലോമറുലസിനെയും ബൊമൻസ് ക്യാപ്സ്യൂളിനെയും നമ്മൾ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് മൽപീജിയൻ ബോഡി ഓർ റീനൽ കോർപ്പസൽസ്. അപ്പൊ ഇതിന്റെ പിക്ചർ NCERT ബുക്കിലുണ്ട്, കാണിച്ചു തരാം. എവിടെ? മാൽപീജിയൻ ബോഡിന്റെ പിക്ചർ ഉണ്ടല്ലോ. എവിടെ? ഇവിടെ ഉണ്ട്. യെസ്, ഇതാണ് മക്കളെ മാൽപീജിയൻ ബോഡി ഓർ റീനൽ കോർപ്പസൽ എന്ന് NCERT ബുക്ക് എന്ന് വിശേഷിപ്പിച്ച സാധനം കേട്ടോ. അപ്പൊ NCERT ബുക്കിൽ ഇവിടെ പറഞ്ഞത് എന്താ? ഇവരാരാ? മാൽപീജിയൻ ബോഡി അല്ലേ? നോക്കിട്ടോ, നോക്കോ. ഇതാരാ? ഇത് ഗ്ലോമറുലസ്. ഇതാരാ? ഇത് ബൊമൻസ് ക്യാപ്സ്യൂള്. ഈ ബൊമൻസ് ക്യാപ്സ്യൂൾ ഡബിൾ വാളാണ്. രണ്ട് വാളാട്ടോ ഇവിടെ. പക്ഷെ ഇവിടെ ഒന്നായിട്ട് തന്നിട്ടില്ല. ഇറ്റ്സ് എ ഡബിൾ വാളാണ്. ആ രണ്ട് വാളും ആരാണ്? സ്ക്വാമസ് എപ്പിത്തീലിയമാണ്. ഇത് രണ്ടും സ്ക്വാമസ് എപ്പിത്തീലിയമാണ്. ഒരു സ്ക്വാമസ് എപ്പിത്തീലിയത്തിൽ ഫിൽട്രേഷൻ സ്ലിറ്റ് ഉണ്ട്, സ്ലിറ്റ് പോർ ഉണ്ട്. ഇസ് കോൾഡ് എന്താണ്? അതിൻ്റെ ഒരു പേരുണ്ടല്ലോ. എന്താ അതിനെ വിളിക്കുക? നമുക്ക് അത് എടുക്കുമ്പോൾ പറയാം അല്ലെ. ഫിൽട്രേഷൻ സ്ലിറ്റ് ഓർ സ്ലിറ്റ് പോർ ഇസ് കോൾഡ് എന്നൊരു പേരുണ്ട്. നമുക്ക് NCERT എടുക്കുമ്പോൾ എന്ത് ചെയ്യാം, വായിക്കാട്ടോ. ഓക്കെ. അപ്പൊ ഇത് രണ്ട് സ്ക്വാമസ് എപ്പിത്തീലിയം. അപ്പൊ ഇതാണ് ഗ്ലോമറുലസ്, ഇതാണ് ബൊമൻസ് ക്യാപ്സ്യൂൾ. ഇവരെ രണ്ടാളെയും കൂടി ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് ഫിൽട്രേഷൻ അല്ലെ, മാൽപീജിയൻ ബോഡി ഓർ റീനൽ കോർപ്പസൽ. ഒരു മാജിക് കാണിച്ചിട്ടേ, ഒരു മാജിക് നോക്കിട്ടോ. മാൽപീജിയൻ ബോഡി അല്ലെ, മാൽപീജിയൻ ബോഡി ഇല്ലേ. ഇനി അടുത്തത് എന്താ? റീനൽ കോർപ്പസൽ എന്നല്ലേ, റീനൽ കോർപ്പസൽസ്. ഇങ്ങനെ അവിടെ പറഞ്ഞേ നോക്കിട്ടോ. ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് ഇങ്ങനെ വിളിച്ചാൽ പേര് വിളിക്കുക? മാൽപീജിയൻ കോർപ്പസൽ റീനൽ ബോഡി. ഇങ്ങനെ വിളിക്കാൻ പറ്റും കേട്ടോ. കണ്ടോ? ഇങ്ങനെ പേരുണ്ടോ സാർ? ഉണ്ട് കേട്ടോ. മാൽപീജിയൻ ബോഡി റീനൽ കോർപ്പസൽ. ഇങ്ങനെയാണ് ബുക്കിൽ തന്നിട്ടുള്ളത്. മാൽപീജിയൻ ബോഡി റീനൽ കോർപ്പസൽ എന്ന ബുക്ക് തന്നിട്ടുള്ളത്. പക്ഷെ ഇങ്ങനെ വിളിക്കുക മാൽപീജിയൻ കോർപ്പസൽ അല്ലെങ്കിൽ റീനൽ ബോഡി. അപ്പൊ 4 പേരായില്ലേ? ഒന്ന് മാൽപീജിയൻ ബോഡി, 2 റീനൽ കോർപ്പസൽ, മാൽപീജിയൻ കോർപ്പസൽ, റീനൽ ബോഡി. ഇതെന്താ വായിക്കുക? ദ മാൽപീജിയൻ കോർപ്പസൽ. കണ്ടോ? മാൽപീജിയൻ കോർപ്പസൽ ഇങ്ങനെയല്ല ഇവിടെ വിളിച്ചത്. കണ്ടോ? NCERTന്റെ ഓരോ ശൈലികൾ കണ്ടോ?
നമ്മൾ ഡെപ്തിലേക്ക് ഇറങ്ങി ചെല്ലണം, എന്നാലേ കാണുള്ളൂ. അപ്പൊ ഇങ്ങനെ വിളിക്കാൻ പറ്റും. അപ്പൊ മാൽപീജിയൻ കോർപ്പസൽസ് കണ്ടോ, ഇവിടെ ആ വരി തന്നിട്ടുണ്ട്. ദ മാൽപീജിയൻ കോർപ്പസൽ ഉദ്ദേശിച്ചത് ആരാണ്? ഇവനെയാണ്, അഥവാ മാൽപീജിയൻ ബോഡിയാണ് ഉദ്ദേശിച്ചത്. അപ്പൊ 4 പേരുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യരുത്, മറക്കരുത്. പക്ഷെ NCERT ബുക്കിൽ ഒരിക്കലും ഇങ്ങനെ പറയുന്നുണ്ട് എന്ന് എന്ത് ചെയ്തിട്ടില്ല, എവിടെയും പറഞ്ഞില്ല. പക്ഷെ നമ്മളത് മനസ്സിലാക്കി എടുക്കണം എന്നുള്ളതാണ്. റെഡി അല്ലേ? അപ്പൊ നേരം ഇങ്ങോട്ട് തന്നെ വരാം കേട്ടോ. അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞ സ്ഥലം. നോക്കുക, ഇവിടെ NCERT എന്ത് ചെയ്യുന്നത് പറഞ്ഞു നോക്കിക്കോ. NCERT പറഞ്ഞ ഇവിടെയാണ് അല്ലേ, ഇതാണ് അഫറന്റ് ആർട്ടീരിയോൾ. ടഫ്റ്റ് ഓഫ് കാപ്പിലറി ഫോംഡ് അല്ലെ, ഫോംഡ് അഫറന്റ് ആർട്ടീരിയോൾ. അഫറന്റ് ആർട്ടീരിയോൾ ഈസ് എ ഫൈൻ ബ്രാഞ്ച് ഓഫ് റിനൽ ആർട്ടറി എന്നൊക്കെ NCERT നമ്മൾ തൊട്ടുമ്പോൾ വായിച്ചല്ലോ. അപ്പൊ ഇതാണ് ആര്, അഫറന്റ് ആർട്ടീരിയോൾ. അത് നേരെ ഇതിന്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് അല്ലെ. പിന്നെ അതിൽ നിന്നും രക്തം പുറത്ത്, ഇതാണ് ഇഫറന്റ് ആർട്ടീരിയോൾ. പിന്നെ ഡബിൾ വാൾഡ് കപ്പ് ലൈക്ക് സ്ട്രക്ചർ, ഇതാണെന്ത്, ബോമൻസ് ക്യാപ്സ്യൂൾ. ഇതാണ് ബോമൻസ് ക്യാപ്സ്യൂൾ അല്ലെ. ഈ ബോമൻസ് ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞു. ഇനി നമ്മൾ നേരെ പോകണം ഇങ്ങോട്ട്, PCT, പിന്നെ ഹെല്ലസ് ലൂപ്പ്, പിന്നെ DCT, പിന്നെ എന്താണ്, കളക്റ്റിംഗ് ഡക്റ്റ്. ഇങ്ങോട്ട് നമ്മൾ പോവാണ്, നമ്മൾ NCERT വായിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഈ പിക്ചർ വെച്ചാണ് എന്ത് ചെയ്യുന്നത് പറഞ്ഞത്. അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ, ഞാനിത് വായിക്കുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ NCERT ബുക്ക് ഉണ്ടാകും. NCERT ബുക്കിലേക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ കറക്റ്റ് പിക്ചറിലേക്ക് നോക്കുക. റെഡി അല്ലേ? അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യാം, മുന്നോട്ട് പോകാം. നോക്കോ, നമ്മൾ ലാസ്റ്റ് വായിച്ച് നിർത്തിയത് ഇവിടെയാണ്. ഇസ് കോൾഡ് അല്ലേ, ഇവിടെ അല്ലേ, കോർപ്പസൽസ്. ഇനി ബാക്കി നോക്കാം. ബാക്കി നോക്കട്ടോ. NCERT പറയാണ്, the tubules continue and further to form a highly coiled network is called a proximal convoluted tubule. അഥവാ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന റിനൽ ട്യൂബ്യൂൾ ആണ്. അപ്പോൾ റിനൽ ട്യൂബ്യൂളിന്റെ ഒന്നാമത്തെ ഭാഗമായിട്ടുള്ള ഏത് കഴിഞ്ഞു അല്ലേ, നമ്മൾ ബൊമൻസ് ക്യാപ്സ്യൂൾ കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോകും എന്താണ്, ഹൈലി കോയിൽഡ് ആയ ഒരു ട്യൂബുകളാണ് അല്ലേ. നന്നായിട്ട് ചുരുണ്ട് കിടക്കുന്ന ട്യൂബുകളാണ് കേട്ടോ. ഹൈലി കോയിൽഡ് കണ്ടോ, ഇങ്ങനെ ചുരുണ്ട് കിടക്കുന്ന ട്യൂബാണ് ഇസ് കോൾഡ്. അതിന്റെ പേരാണ് പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ. അതിനെ ചുരുക്കിയിട്ട് നമ്മൾ പറയുന്ന പേര് PCT. അല്ലെ, എന്താ വിളിക്കല്, PCT. ഇതാണ് ആര്, പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ എന്ന് നമ്മൾ പറയാ. ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ. റെഡി അല്ലേ? റെഡി, ഓക്കെ മക്കളെ, റെഡി. ബാക്കി കേട്ടോ, പ്രോക്സിമൽ ട്യൂബ്യൂൾ അഥവാ PCT. ഇനി അത് കേട്ടോ. പിന്നീട് നമുക്ക് എന്ത് കാണാൻ പറ്റും, ഒരു എയർപിൻ ഷേപ്പ്, ഒരു മൊട്ടസൂചി പോലത്തെ ഷേപ്പ് കാണാൻ പറ്റും. അതിന്റെ പേരാണ് എൻലെസ് ലൂപ്പ് അല്ലെ. ഇനി എൻലെസ് ലൂപ്പ് എന്ന് വിളിക്കും. ഈസ് ദ നെക്സ്റ്റ് പാർട്ട് ഓഫ് ദ ട്യൂബ്യൂൾ. അപ്പൊ ആദ്യം നമ്മൾ പഠിച്ച PCT കഴിഞ്ഞാൽ പിന്നെ ഒരു എയർപിൻ ഷേപ്പ് ആണ്. NCERT വിശേഷിച്ച് കറക്റ്റ് മനസ്സിലാക്കണം കേട്ടോ. എയർപിൻ, ഒരു മൊട്ടസൂചി പോലത്തെ ഷേപ്പ്, എയർപിൻ ആണ് ഇസ് കോൾഡ്. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, എയർപിൻ ഷേപ്പിനെ വിളിക്കുന്ന പേര് എൻലെസ് ലൂപ്പ്. ഈസ് ദ നെക്സ്റ്റ് പാർട്ട് ഓഫ് ട്യൂബ്യൂൾ which has a descending and ascending limb. താഴോട്ട് പോകുന്ന ഡിസെൻഡിങ്, മുകളിലോട്ട് പോകുന്നത് ആരാണ്, അസെൻഡിങ്. ഇങ്ങനെ 2 ലിംബുകൾ ഉണ്ട്. എന്നിട്ട് പറയുന്നത് അസെൻഡിങ് ലിംബ് ഈസ് കണ്ടിന്യൂ. അസെൻഡിങ് ലിംബ് മുന്നോട്ട് പോവാണ്. അനദർ ഹൈലി കോയിൽഡ് ട്യൂബ്യൂൾ ആയിട്ട് മാറുന്നത് ഇസ് കോൾഡ്. അതിനെ വിളിക്കുന്ന പേരാണെന്ത്, DCT അഥവാ ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ അഥവാ DCT. The DCT of many nephron. NCERT പറയാ, the DCT of many nephron opening to a straight tubule is called collecting duct. എന്താ പറഞ്ഞറിയോ, അവിടെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. ഇവിടെ കണ്ടോ, എന്താണ് ഉദ്ദേശം അറിയാം മക്കളെ. അവിടെ ഉദ്ദേശം കണ്ടോ, ഇവിടെ ഇവിടെ നോക്കേ, ഇവിടെ ഇവിടെ നോക്കൂട്ടോ മക്കളെ. നോക്കിയത് എന്താ, ഇത് കണ്ടോ, ഇതെന്താ, ഇത് PCT അല്ലേ, ഇത് DCT അല്ലേ, ഇത് DCT. ഇതെന്താ, ഇത് കളക്റ്റിംഗ് ഡക്റ്റ് അല്ലേ. പക്ഷെ ഇവിടെ എന്തുണ്ട്, വേറെ DCT ഉണ്ട്, വേറെ നെഫ്രോണിന്റെ DCT, ഇവിടെ വേറെ നെഫ്രോണിന്റെ DCT. അപ്പൊ പല നെഫ്രോണുകളുടെയും DCT തുറക്കണത് അങ്ങോട്ടാ, ഒരു കളക്റ്റിംഗ് ഡക്റ്റിലേക്കാ അല്ലേ. മനസ്സിലായെന്ന് വിചാരിക്കും. DCT ആണ്. അപ്പൊ പല നെഫ്രോണുകളുടെയും DCT ഓപ്പൺ ആക്കണത് അങ്ങോട്ടാ, യെസ്, ഒരു കളക്റ്റിംഗ് ഡക്റ്റിലേക്കാണ്. അപ്പോ പോയിന്റ് കുറച്ച് ഹെവിയാണ്, മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുകയാണ്. മനസ്സിലായല്ലോ. ഇവിടെ എന്താ പറഞ്ഞേ, കേട്ടോ. അപ്പൊ കണ്ടോ, അപ്പൊ എന്താ പറഞ്ഞ, മെനി ഓഫ് വിച്ച് കം അല്ലെ. അപ്പൊ അവിടെ പറഞ്ഞു തരുള്ളൂ. എന്താണ് പറഞ്ഞത്, എന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാല്, ദ DCT ഓഫ് മെനി നെഫ്രോൺ, പല നെഫ്രോണുകളുടെയും DCT ഓപ്പൺ, തുറക്കുന്നത് എങ്ങോട്ട്, ഇൻ എ സ്ട്രൈറ്റ് ട്യൂബ്, ഒരു നേരെയുള്ള സ്ട്രൈറ്റ് ട്യൂബിലേക്കാ. പേരെന്താ, കളക്റ്റീവ് അല്ലെ, കളക്റ്റിംഗ് ഡക്റ്റ് എന്നാണ് പറയാ. മെനി വിച്ച് കൺവേർജ് ആൻഡ് ഓപ്പൺ ഇൻ ടു ദ റിനൽ പെൽവിസ് ത്രൂ ദ മിഡ്ലറി പിരമിഡ്സ് ഇൻ ദ കാലിക്സ് എക്സ്. ആ പറഞ്ഞ പോയിന്റ്സ് എന്താ അറിയോ, ആ പറഞ്ഞ പോയിന്റ് അത് മനസ്സിലാവണമെങ്കിൽ ഞാൻ പറയാം. അവിടെ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നമുക്ക് നല്ലൊരു അടിപൊളി പിക്ചർ വേണം. അങ്ങനെ മക്കളെ നമ്മൾ അവസാനം തെരഞ്ഞ് നല്ലൊരു പിക്ചർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് സാധനം കണ്ടോ. ഇതാണ് നമ്മളെ കളക്റ്റിംഗ് ഡക്റ്റ് കണ്ടോ. കളക്റ്റിംഗ് ഡക്റ്റ് കണ്ടോ, ഇതൊക്കെ ഓരോരോ കളക്റ്റിംഗ് ഡക്റ്റ് അല്ലേ.
ആ കളക്റ്റിംഗ് ഡക്ട് മെഡുലറി പിരമിഡിന്റെ ഇടയിലൂടെ അങ്ങനെ വന്ന് അതിങ്ങനെ ചുരുങ്ങി 1 2 3 4 5 6 7 8 ഉണ്ട്. 8 കളക്റ്റിംഗ് ഡക്റ്റുകൾ അവസാനം വന്ന് അവർ പരസ്പരം കൂടി ചേർന്നപ്പോൾ 1 2 3 4 കളക്റ്റിംഗ് ഡക്റ്റായി. ഈ 4 കളക്റ്റിംഗ് ഡക്റ്റ് വീണ്ടും കണ്ടന്റ് ചെയ്യും, പിന്നെ ചുരുങ്ങിയിട്ട് എന്ത് ചെയ്യും, അവസാനം അത് 1 2 കളക്റ്റിംഗ് ഡക്റ്റ് ആയിട്ടാണ് മൈനർ കാലിക്സ്. ഈ കാലിക്സിലൂടെ നേരെ ഒന്ന് തുറക്കും. എവിടെ? ഇൻ ദ മെഡുലറി എവിടെ വന്നാ തുറക്കുക? ഇൻ ദ റിനൽ പെൽവിസ്. അപ്പൊ റിനൽ പെൽവിസിലേക്ക് എത്തുമ്പോഴത്തേന് ഇവരാകെ ചുരുങ്ങിണ്ടാവും. അപ്പൊ കളക്റ്റിംഗ് ഡക്റ്റ് ഇങ്ങനെ ഒരുപാട് കളക്റ്റിംഗ് ഡക്റ്റുകളുണ്ട്. പക്ഷെ ആ കളക്റ്റിംഗ് ഡക്റ്റ് എന്ത് ചെയ്യാണ്? അതിങ്ങനെ ഫൈനായിട്ട് ഇങ്ങനെ ചുരുങ്ങി കണ്ടോ അതിങ്ങനെ ചുരുങ്ങി വരാണ്ടല്ലോ. നമുക്ക് പിക്ചർ സെറ്റാന്ന് വിചാരിക്കുന്നു. ഇതാണ് സാധനം കണ്ടോ. അപ്പൊ കളക്റ്റിംഗ് ഡക്ട്സ് എന്ത് ചെയ്യാണ്? താഴോട്ട് ഇറങ്ങുന്നതിനനുസരിച്ച് അവരിങ്ങനെ ചുരുങ്ങി അവസാനം 1 2 3 4 ആയിട്ടുണ്ട്, ഇവിടെ 5 ഉണ്ട് ഇവിടെ. ഇനി ഇത് വീണ്ടും ചുരുങ്ങിയിട്ട് എന്ത് ചെയ്യും? ഇവർ 1 2 അവസാനം ഇത് 1 or 2 ഇതായിട്ട് നേരെ അങ്ങോട്ട് പോകും, ഇൻ ടു ദ റിനൽ പെൽവിസിലേക്ക് പോകും. അപ്പോൾ അതാണ് പറഞ്ഞത്, അതെടുത്തുമ്പോൾ ഇങ്ങനെ കണ്ടൻസ് ചെയ്ത് വരികയാണ്, ചുരുങ്ങി വരികയാണ്. ഇതാണ് NCERT നമ്മൾ അവിടെ ഉദ്ദേശിച്ച പോയിന്റ്സ്. ഒക്കെ റെഡി അല്ലേ? അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യാം? NCERT പറഞ്ഞ പോയിന്റ് നോക്കാം. ഇവിടെ ബ്രോൺസ് ഇത് കഴിഞ്ഞു. ഇവിടെ അല്ലേ വൊമൻസ് ട്യൂബ്യൂള് സൈക്കിൾസ്. ഇതാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് കേട്ടോ. അപ്പൊ മക്കൾസ് ഇവിടെ നമ്മൾ എത്തിയ ലാസ്റ്റ് കേട്ടോ. അപ്പൊ നമ്മൾ അവസാനം പറഞ്ഞത് DCT ഓഫ് മെനി നെഫ്രോൺസ് ഓപ്പണിംഗ് സ്ട്രൈറ്റ് ട്യൂബായ കളക്റ്റിംഗ് ഡക്റ്റിലാണ്. മെനി ഓഫ് വിച്ച് ആ കളക്റ്റിംഗ് ഡക്റ്റ് കൺവേർട്ട് ചെയ്തിട്ട് ഓപ്പൺ തുറക്കുന്നത് റിനൽ പെൽവിസിലാണ്. ത്രൂ ഏരിയയിലത് പോവുക മെഡുലറി പിരമിഡിലൂടെ ഇൻ ദ കാലിക്സ് അല്ലേ. അപ്പൊ മെഡുലറി പിരമിഡിലൂടെ അത് കാലിക്സിലൂടെ അങ്ങനെ ഇറങ്ങി അത് എവിടെ ചെന്നാൽ തുറക്കുന്നത്? റിനൽ പെൽവിസിലായിരിക്കും. പോയിന്റ് സെറ്റാന്ന് വിചാരിക്കാൻ പിക്ചറോടെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഗംഭീരമായിട്ട് മനസ്സിലായിരുന്നത് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകാം. അതെ ദ മാൽപീജിയൻ കോർപ്പസ് സെൽസ് കണ്ടോ, PCT and DCT of nephrons are situated in the cortical regions അല്ലെ. ഇത്രയും നെഫ്രോൺസിന്റെ മാൽപീജിയൻ കോർപ്പസൽ PCT ആൻഡ് DCT ഈ സാധനങ്ങളൊക്കെ കാണപ്പെടില്ല എവിടെ എന്നറിയോ? അത് കോർട്ടിക്കൽ റീജിയൻസിലാണ്. ഇത് സിമ്പിളായിട്ട് ഞാനൊരു പിക്ചറിലൂടെ കാണിച്ചു തരാം. റെഡി? അത് നോക്കിയാൽ മതി കേട്ടോ. ആ പിക്ചർ. ആൻഡ് ഫൈനലി മക്കൾ നമുക്കൊരു ഗംഭീര സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടാൽ തന്നെ എല്ലാവർക്കും മനസ്സിലാവും. കണ്ടോ, ഇത് കോർട്ടിക്കൽ നെഫ്രോൺ ആണ്. ഇത് ഇവിടെ ഇത് ജസ്റ്റാ മെഡുലറി നെഫ്രോൺ. 2 ടൈപ്പ് നെഫ്രോൺസ് ഉണ്ട്. കോർട്ടിക്കൽ നെഫ്രോണും ഉണ്ട്. ഇതാണ് കോർട്ടിക്കൽ നെഫ്രോൺസ്. റെഡി അല്ലേ? ഇത് കോർട്ടിക്കൽ നെഫ്രോൺ ആണ്. ഇത് ജസ്റ്റാ മെഡുലറി നെഫ്രോൺ ആണ്. ഈ നെഫ്രോണിന്റെ പ്രത്യേകത എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഈ നെഫ്രോണിന്റെ പ്രത്യേകത എന്താ? ഈ നെഫ്രോണിന്റെ നമുക്കറിയാം, ഈ നെഫ്രോണിന്റെ മാൽപീജിയൻ ട്യൂബ്യൂള്, PCT, DCT ഇതെല്ലാം കാണുന്ന കോർട്ടക്സിലാണ്. പക്ഷേ നമുക്കറിയാം ഹെൻലിസ് ലൂപ്പിന്റെ കുറച്ച് ഭാഗം കണ്ടോ, ഹെൻലിസ് ലൂപ്പിന്റെ കുറച്ച് ഭാഗം മെഡുലയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ പക്ഷേ ഈ നെഫ്രോണിലെ എല്ലാ കോർട്ടക്സിലല്ലേ. സോ ദിസ് നെഫ്രോൺ ഈസ് കോൾഡ് കോർട്ടിക്കൽ നെഫ്രോൺസ്. എന്നാൽ ജസ്റ്റാ മെഡുലറി നെഫ്രോണിന്റെ പ്രത്യേകത നോക്കി നോക്കാം. കണ്ടോ, ജസ്റ്റാ മെഡുലറി നെഫ്രോണിന്റെ പ്രത്യേകത അതിന്റെ PCT അതേപോലെ തന്നെ PCTയും DCTയും അതേപോലെ തന്നെ മാൽപീജിയൻ ട്യൂബും കാണുന്നത് എവിടെയാണ്? കോർട്ടക്സിലാണ്. പക്ഷെ മെഡുലന്റെ ഡീപ്പിലേക്ക് ഇറങ്ങിയിരിക്കുന്നു എന്ത്? അതിന്റെ ഹെൻലിസ് ലൂപ്പ്. കണ്ടോ, ഹെൻലിസ് ലൂപ്പ് മെഡുലന്റെ അടിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. സോ നമുക്ക് എന്ത് പറയാം? ഈ നെഫ്രോണിനെ നമുക്ക് ജസ്റ്റാ മെഡുലറി നെഫ്രോൺ, നെഫ്രോണിന്റെ ഡീപ്പിലേക്ക് ഇറങ്ങിയിരിക്കുന്നു എന്ത്? അതിന്റെ ഹെൻലിസ് ലൂപ്പ്. എന്നാൽ ഇവന്റെ ഹെൻലിസ് ലൂപ്പ് അങ്ങനെയല്ല. ഇവന്റെ ഹെൻലിസ് ലൂപ്പിന്റെ പ്രത്യേകത എന്താ? ഇവന്റെ ഹെൻലിസ് ലൂപ്പ് കുറച്ച് ഭാഗം മാത്രമേ മെഡുലയിലേക്ക് ഇറങ്ങിയിട്ടുള്ളൂ. ബാക്കിയുള്ള ഭാഗം മുഴുവൻ കാണുന്നത് കോർട്ടക്സിലാണ്. അപ്പൊ കോർട്ടക്സിലുള്ള നെഫ്രോണിന്റെ പേര് കോർട്ടിക്കൽ നെഫ്രോൺ. മെഡുലന്റെ ഡീപ്പിലേക്ക് ഹെൻലിസ് ലൂപ്പ് ഇറങ്ങിയ നെഫ്രോണിന്റെ പേര് എന്താണ്? ജസ്റ്റാ മെഡുലറി നെഫ്രോൺസ്. റെഡിയാണെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ 2 ടൈപ്പ് നെഫ്രോൺസ് നമ്മൾ പഠിച്ചു. ഈ 2 ടൈപ്പ് നെഫ്രോൺസിനെ പറ്റിയിട്ടാണ് ഇനി NCERT ബുക്കിൽ നമുക്ക് പോയിന്റ്സ് പറയാനുള്ളത്. 2 ടൈപ്പ് ഓഫ് നെഫ്രോൺസ്, ഗംഭീര നെഫ്രോൺസ് ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക? വരച്ചൊക്കെ വെക്കണം കേട്ടോ. അവിടെ നോട്ട്സിൽ വരച്ച് വെച്ചാൽ അടിപൊളിയാവും. അപ്പോൾ 2 ടൈപ്പ് ഓഫ് നെഫ്രോൺസ് ഉണ്ട് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് NCERT എന്താ പറയാനുള്ളത് നോക്കാം കേട്ടോ. NCERT പറഞ്ഞു നോക്കിക്കോളൂ. അപ്പോൾ the Malpighian corpuscle, PCT and DCT of the nephron situate ചെയ്യുന്നത് in the cortical region of kidney. കിഡ്നിയുടെ കോർട്ടിക്കൽ റീജിയൻസിലാണ് കാണപ്പെടുന്നത്. എന്നാൽ ഇത് ലൂപ്പ് ഓഫ് ഫൈനലി ഡീപ്പ് ഇൻ ദ മെഡുല, മെഡുലന്റെ താഴോട്ട് അല്ലേ, വളരെ താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങി നിൽക്കും അല്ലേ. മെഡുലന്റെ താഴത്തേക്ക് എന്ത് ചെയ്യും? ലൂപ്പ് ഓഫ് ഫൈനലി ഇറങ്ങി നിൽക്കും. ഈ നെഫ്രോൺസ് ആണ് ആര്? ജസ്റ്റാ മെഡുലറി നെഫ്രോൺ.
എന്നാൽ ദ മെജോറിറ്റി ഓഫ് നെഫ്രോൺസ്, അഥവാ നമ്മുടെ കിഡ്നിയിലെ 85% നെഫ്രോൺസിൻ്റെ പ്രത്യേകത എന്താണ്? 85% നെഫ്രോൺസിൻ്റെ പ്രത്യേകത അവരുടെ ലൂപ്പ് ഓഫ് എൻലി എന്ന് പറഞ്ഞാൽ ഷോർട്ട്, ചെറുതാണ്. എക്സ്റ്റെൻഡ് ഓൺലി വെരി ലിറ്റിൽ, കാരണം വളരെ കുറച്ച് ഭാഗം മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? മെഡുലയിലേക്ക് ഇറങ്ങി നിൽക്കുന്നുള്ളൂ. സച്ച് നെഫ്രോൺസ് ആർ കോൾഡ്, ഈ നെഫ്രോണിന്റെ പേരാണെന്ത്? കോർട്ടിക്കൽ നെഫ്രോൺ. ഇൻ സം ഓഫ് ദ നെഫ്രോൺസ് ദ ലൂപ്പ് ഓഫ് എൻലി ഈസ് വെരി ലോങ് ആണ്, അത് റൺ ചെയ്യുന്നു ഡീപ്പ് ഇൻ ടു ദ മെഡുല, മെഡുലിന്റെ താഴത്തേക്ക് അത് ഇറങ്ങി നിൽക്കുന്നു. ദ നെഫ്രോൺ ആർ കോൾഡ്, ആ നെഫ്രോൺസ് നമുക്ക് എന്ത് വിളിക്കാം? ജസ്റ്റാ മെഡുലറി നെഫ്രോൺസ് എന്ന് വിളിക്കാം. അപ്പോൾ നമ്മൾ 2 ടൈപ്പ് ഓഫ് നെഫ്രോൺസ് പറഞ്ഞു, ഒന്ന് കോർട്ടിക്കൽ നെഫ്രോൺ, രണ്ട് ജസ്റ്റാ മെഡുലറി നെഫ്രോൺസ്. റെഡി അല്ലേ? ഇനി അറിയാം അടുത്ത് ദ ഇഫറന്റ് ആർട്ടീരിയോൾ ഇമർജിങ് ഫ്രം ദ ഗ്ലോമറുലസ്, അല്ലെ? ഗ്ലോമറുലസിൽ നിന്നാണ്. അല്ല, നമുക്ക് ഇതിന്റെ ഒരു പോയിന്റ്സ് ഒക്കെ ഡിഫറൻസ് ഒക്കെ ഞാൻ എൻ്റെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇതിന്റെ ഡിഫറൻസ് ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് മെഡുലറി നെഫ്രോൺസിന്റെയും കോർട്ടിക്കൽ നെഫ്രോൺസിന്റെ ഡിഫറൻസ് ഒന്ന് 85%, മറ്റേ 50% ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ബാക്കി നോക്കാം, നെക്സ്റ്റ് ചോദിക്കാം. The efferent arteriole emerging from the glomerulus, അല്ലെ? ഗ്ലോമറുലസിൽ നിന്നാണ് ഇഫറന്റ് ആർട്ടീരിയോൾ ഇമേർജ് ചെയ്യുന്നത്, തുടങ്ങുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഫൈൻ കാപ്പിലറി നെറ്റ്വർക്ക് അറൌണ്ട് ദ റിനൽ ട്യൂബ്യൂൾ, അത് റിനൽ ട്യൂബ്യൂളിനെ വന്നിങ്ങനെ ചുറ്റുന്നുണ്ട്. അപ്പൊ അതിന് നമുക്ക് എന്ത് വിളിക്കാം? അല്ലെ? പെരിട്യൂബുലാർ കാപ്പിലറീസ് എന്ന് വിളിക്കാം. അല്ലെ? The minute vessel of the network run parallel into the Henle's loop forming U-shaped, അല്ലെ? Vasa recta. Vasa recta absent ആണ് and highly reduced ആണ് in cortical nephrons. എന്താണ് പറഞ്ഞെന്ന് അറിയാം മക്കളെ? അവിടെ പറഞ്ഞത്രേ ഉള്ളൂ. ഇങ്ങോട്ട് നോക്കുക, ഇങ്ങോട്ട് നോക്കി ഇതിന്റെ പ്രത്യേകത എന്താ നോക്കിട്ടോ. ഇവിടെ എൻസായിട്ട് ഞാൻ പറഞ്ഞ പോയിന്റ്സ് ഞാൻ എന്ത് ചെയ്യണം? ഒന്ന് ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. നോക്കിട്ടോ, നോക്കോ. എൻസായിട്ട് പറഞ്ഞത്രേ ഉള്ളൂ. ഇതാണ് ആര്? ഇഫറന്റ് ആർട്ടീരിയോള്. ഈ ഇഫറന്റ് ആർട്ടീരിയോളിൽ നിന്നും ഒരു എന്തുണ്ടാവുന്നുണ്ട്? ഒരു ബ്രാഞ്ച് ഓഫ് നെറ്റ്വർക്ക് ഉണ്ടാവുന്നുണ്ട്. ഈ ബ്രാഞ്ച് ഓഫ് നെറ്റ്വർക്കിനെ നമ്മൾ വിളിച്ച പേരാണെന്ത്? പെരിട്യൂബുലാർ കാപ്പിലറീസ്, അല്ലെ? അപ്പൊ ഇഫറന്റ് ആർട്ടീരിയോളിൽ നിന്നും എന്ത് ചെയ്യുന്നു? ഒരു ബ്രാഞ്ച് ഓഫ് നെറ്റ്വർക്ക് ഉണ്ടാകുന്നു. ആ ബ്രാഞ്ച് ഓഫ് നെറ്റ്വർക്കിനെ നമ്മൾ വിളിച്ച പേരാണെന്ത്? എന്ത്? പെരിട്യൂബുലാർ കാപ്പിലറീസ്. പക്ഷേ ആ പെരിട്യൂബുലാർ കാപ്പിലറീസ് ഒരു യു ഷേപ്പ് ആയിട്ടുണ്ടോ? കണ്ടോ? ഒരു യു ഷേപ്പ് ഫോം ചെയ്തിട്ടുണ്ടോ? കണ്ടോ? ഇവിടെ ഒരു യു ഷേപ്പ് ആയിട്ട് ഫോം ചെയ്യുന്നില്ലേ? അപ്പൊ നമുക്ക് ഇതിനെ എന്ത് വിളിക്കാം? വാസാ റെക്ട എന്ന് വിളിക്കാം. അപ്പൊ ഇഫറന്റ് ആർട്ടീരിയോളിൽ നിന്നും ഒരു ബ്രാഞ്ച് ഓഫ് നെറ്റ്വർക്ക് ഉണ്ടാകുന്നു. ആ ബ്രാഞ്ച് ഓഫ് നെറ്റ്വർക്കിന്റെ പേര് പെരിട്യൂബുലാർ കാപ്പിലറീസ്. ആ പെരിട്യൂബുലാർ കാപ്പിലറീസ്, അല്ലെ? ആ പെരിട്യൂബുലാർ കാപ്പിലറീസ് ഒരു യു ഷേപ്പ് ആയിട്ട് മാറുന്നു. അപ്പൊ നമുക്ക് എന്ത് വിളിക്കാം? വാസാ റെക്ട എന്ന് വിളിക്കാം. ഈ വാസാ റെക്ട പ്രസന്റ് ആയത് ആർക്ക് മാത്രമാണ്? ഓൺലി ജസ്റ്റാ മെഡുലറി നെഫ്രോൺ. ജസ്റ്റാ മെഡുലറി നെഫ്രോൺസിൽ മാത്രമേ നിങ്ങൾക്ക് വാസാ റെക്ട കാണാൻ പറ്റുള്ളൂ. കോർട്ടിക്കൽ നെഫ്രോൺസിൽ നിങ്ങൾക്ക് ഒരിക്കലും വാസാ റെക്ട കാണാൻ പറ്റുകയില്ല. അപ്പൊ നമുക്കൊരു ഡിഫറൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ആര് ഡിഫറൻസ് ആണ്? ദ ഡിഫറൻസ് ബിറ്റ്വീൻ കോർട്ടിക്കൽ നെഫ്രോൺസ് ആൻഡ് ജസ്റ്റാ മെഡുലറി നെഫ്രോൺസിന്റെ ഡിഫറൻസ് ചോദിക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞൂടെ, അല്ലെ? കോർട്ടിക്കൽ നെഫ്രോൺസ് ആൻഡ് ജസ്റ്റാ മെഡുലറി നെഫ്രോൺസ്. ഇത് കോർട്ടിക്കൽ നെഫ്രോൺ. അപ്പൊ നമുക്ക് പറയാം കോർട്ടിക്കൽ നെഫ്രോൺ എത്ര പെർസെന്റേജാ? 85%, അല്ലെ? അപ്പൊ ജസ്റ്റാ മെഡുലറി നെഫ്രോൺസ് കിഡ്നിയിൽ ആകെ എത്ര പെർസെന്റേജ് ഉള്ളൂ? ഓൺലി 50%, 15% മാത്രമേ ഉള്ളൂ, അല്ലെ? ഇനി രണ്ടാമത് ഡിഫറൻസ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വാസാ റെക്ട, അല്ലെ? വാസാ റെക്ട എന്താണ്? വാസാ റെക്ട കോർട്ടിക്കൽ നെഫ്രോൺസിൽ എന്താണ്? റെഡ്യൂസ് ആണ്, അതല്ലെങ്കിൽ ആബ്സെന്റ് ആണെന്ന് പറയാം. എന്നാൽ ഇവിടെ ജസ്റ്റാ, അല്ലെ? ഇവിടെ എന്താണ്? ജസ്റ്റാ നെഫ്രോൺസിൽ വാസാ റെക്ട എന്താണ്? പ്രസന്റ് ആണ് നമുക്ക് പറയാൻ പറ്റും. പറ്റൂലേ? പറ്റും. ഇനി അടുത്ത ഡിഫറൻസ് എന്താ? വാട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ? ഇതിന്റെ ഡിഫറൻസ് എന്താ? വേറെ ഡിഫറൻസ് വെച്ച് നമുക്ക് എന്ത് പറയാം? അല്ലെ? ഇതിന്റെ പെരിട്യൂബുലാർ കാപ്പിലറീസ്, അല്ലെ? സോറി, അതിന്റെ ഹെൻലിസ് ലൂപ്പ്, അല്ലെ? ഹെൻലിസ് ലൂപ്പ് അല്ലെ എന്താണ്? കുറച്ച് ഭാഗം മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? അതിന്റെ മിഡിലേക്ക് ഇറങ്ങി നിൽക്കുന്നുള്ളൂ. എന്നാൽ ഇത് എന്ത് ചെയ്യുന്നു? ഇതിന്റെ ഹെൻലിസ് ലൂപ്പ് എന്ത് ചെയ്യുന്നുണ്ട്? അതിന്റെ മിഡിലിന്റെ ഏറ്റവും താഴത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ആഴങ്ങളിലേക്ക് ഇറങ്ങി നിൽക്കുന്നു. ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. പക്ഷെ ഞാൻ എൻ്റെ നോട്ട്സിൽ ഞാൻ കുറേ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ക്ലാസ്സിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് NCERT പറഞ്ഞ കുറച്ച് ഭാഗം മാത്രം എന്ത് ചെയ്യണം? ഇപ്പോൾ ഡിഫറൻസ് ആയിട്ട് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഈ സെക്ഷൻ ഇവിടെ ഓവറാക്കി നിർത്തിയിട്ടുണ്ട്, സ്റ്റോപ്പ് ആക്കിയിട്ടുണ്ട്, കഴിഞ്ഞിട്ടുണ്ട്. ഈ സെക്ഷൻ കഴിഞ്ഞ് നമ്മൾ പുതിയൊരു സെക്ഷനിലേക്ക് നമ്മൾ പോവുകയാണ്. യൂറിൻ ഫോർമേഷൻ, ഈ ചാപ്റ്ററിൻ്റെ ഏറ്റവും ഡിഫിക്കൽട്ട് ഏരിയയിലേക്ക് നമ്മൾ പോവുകയാണ്. ഞാൻ തൽക്കാലം ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഇവിടെ അവസാനിപ്പിച്ച് നമ്മൾ നേരെ അടുത്തത് സെക്കൻഡ് പാർട്ടിലൂടെ കാണാം. See you again in second part. Second part കാണാം. Okay?